يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് കാണിച്ച ആദരവുകളിൽ, ഇക്റാമുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് ഇക്റാമുകളാണ് ഭൂമിയിൽ മനുഷ്യർക്ക് അല്ലാഹു നൽകിയ രണ്ട് സ്ഥാനങ്ങൾ. സൃഷ്ടികളിൽ നിന്ന് അല്ലാഹു തആല ഒരുപാട് ആദരിച്ചത് മനുഷ്യരെയാണ്. ആദരിച്ചിട്ടുണ്ടെന്ന് പ്രഖ്യാപിച്ചതും മനുഷ്യന്റെ കാര്യത്തിൽ തന്നെയാണ്. മനുഷ്യൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദമിന്റെ സന്തതികൾ, ബനു ആദം. അല്ലാത്ത മനുഷ്യർ ഈ ഇക്റാമിന് അർഹരല്ല. ആദമിന്റെ മക്കളല്ലാത്ത മനുഷ്യർ ഈ ഇക്റാമിന് അർഹരല്ല. അത് ആരാണെന്ന് ഇപ്പം വിശദീകരിച്ചാൽ തീരുകയല്ല. ആദമിന്റെ സന്തതികളല്ലാത്ത മനുഷ്യരും ഉണ്ട്. എല്ലാ മനുഷ്യരും ആദമിന്റെ സന്തതികളായിക്കൊള്ളണമെന്നില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ മനുഷ്യൻ എന്ന മലയാള പ്രയോഗം മനസ്സിലാവണം. മലയാളത്തിലാണ് സാധാരണ മനുഷ്യരെന്ന് പറയുക. ആരെ സംബന്ധിച്ചാണ് മനുഷ്യരെന്ന് പറയുക എന്ന് മലയാള പണ്ഡിതന്മാരാരും വിശദീകരിച്ച് കാണുന്നില്ല. അങ്ങനെ ഒരു വിശദീകരണം വന്നെങ്കിലേ നമുക്ക് ബനു ആദമിന്റെ അർത്ഥം വേർതിരിച്ചറിയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അതിപ്പോൾ ചർച്ച ചെയ്താൽ ശരിയാവില്ല. മൊത്തത്തിൽ ഒരു കാര്യം മനസ്സിലാക്കുക, മനുഷ്യൻ എന്ന പ്രയോഗം മുഴുവനും ആദമിന്റെ സന്തതികളെ പറ്റിയാണ് എന്നുള്ള ധാരണ ശരിയല്ല. ആദമിന്റെ സന്തതികളല്ലാത്ത മനുഷ്യരും ഉണ്ടാവാം. അവർക്ക് ലക്ഷോപലക്ഷം കൊല്ലങ്ങളുടെ പഴക്കവും ഈ ഭൂമിയിൽ ഉണ്ടാവാം. അതൊന്നും നമ്മുടെ ചർച്ചയിൽ വരുന്നില്ല. നമ്മുടെ ചർച്ചയിൽ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അത് ആദമിന്റെ സന്തതിയാണ്, ബനു ആദം. നമ്മുടെ ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ദീനുൽ ഇസ്ലാമിന്റെ ചർച്ച. ഖുർആനും സുന്നത്തും നമുക്ക് പരിചയപ്പെടുത്തി തന്ന മനുഷ്യൻ ആരാണ്? അത് ബനു ആദമാണ്. അപ്പം ബനു ആദം അല്ലാത്ത മനുഷ്യർ ഉണ്ടാകാം. രണ്ട് കാലിൽ നീണ്ടു നിവർന്ന് നടക്കുന്ന, കൈകൊണ്ട് വാരി തിന്നുന്ന, നാവുകൊണ്ട് സംസാരിക്കുന്ന, തലയോടും തലയോട്ടിനകത്തിച്ചിരി തലച്ചോറുമുള്ള ജീവികൾ, അവർക്ക് മനുഷ്യനെന്ന് പറയാം. അതെല്ലാം ബനു ആദമായിക്കൊള്ളണമെന്നില്ല. നാം മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് ആ വിഷയം. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്തതികൾക്കാണ് നാം മനുഷ്യർ എന്ന് പറയുന്നത്. ഏതാണ്ട് എല്ലാ മതക്കാരും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. ഇന്ന് ലോകത്ത് നിലവിലുള്ള മതക്കാർ, ജൂതന്മാർ, അവരും ആദമിന്റെ സന്തതികളെ തന്നെയാണ് മനുഷ്യനെന്ന് പരിചയപ്പെടുത്തി കൊടുക്കാറ്. ക്രിസ്ത്യാനികൾ, അവരും ആദമിന്റെ സന്തതികളെ തന്നെയാണ് മനുഷ്യനെന്ന് പരിചയപ്പെടുത്തി കൊടുക്കാറ്. മറ്റ് പേർഷ്യൻ മതക്കാരും അങ്ങനെ തന്നെയാണ്. ഇന്ത്യയിലുള്ള ആര്യമതക്കാർ, ദ്രാവിഡ മതക്കാർ, അവരുടെ ഐതിഹ്യങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ മിക്കവാറും ആദമിനെയും ഹവ്വാനെയും തന്നെയാണ് അവരും മനുഷ്യന്റെ തുടക്കക്കാരായിട്ട് കാണുന്നത്, മതക്കാരുടെ ഭാഷയിൽ. പിന്നെയുള്ളത് ഈസക്കാരുടെ ഭാഷയാണ്. അത് നമുക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ ലക്ഷോപലക്ഷം കൊല്ലം പഴക്കമുള്ള ഏതോ ഒരു ഭൂമിയിലെ സൃഷ്ടിയുടെ പിന്തലമുറക്കാർ എന്ന രീതിയിലാണ് അവർ മനുഷ്യനെ പരിചയപ്പെടുത്തുന്നത്. അത് തള്ളപ്പെടേണ്ടതാണ്, അത് ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനുഷ്യൻ എന്ന അഡ്രസ്സിൽ പരിചയപ്പെടുത്തി തരുന്നത് ബനു ആദമിനെയാണ്, ആദമിന്റെ സന്തതികളെയാണ്. മനുഷ്യനുമായി ബന്ധപ്പെട്ട ഏത് വ്യവസ്ഥിതികളെ സംബന്ധിച്ച് നാം പഠിക്കുമ്പോഴും ഖുർആനിലും സുന്നത്തിലും
മനുഷ്യനുമായി ബന്ധപ്പെട്ടിട്ട് എന്തെല്ലാം അഖ്ബാറുകളാണോ അല്ലാഹു തആല നമുക്ക് വിശദീകരിച്ച് തന്നിരിക്കുന്നത്, ആ അഖ്ബാറുകൾ കംപ്ലീറ്റ് ബനു ആദമിനെ സംബന്ധിച്ചാണെന്ന് ആദ്യം നാം മനസ്സിലാക്കി വെക്കണം. എങ്കിൽ മാത്രമേ ദീനുൽ ഇസ്ലാമിനെയും ആ ദീനുൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളെയും ചർച്ച ചെയ്യുമ്പോൾ മനുഷ്യനുമായിട്ട് നമുക്കതിനെ ബന്ധപ്പെടുത്താൻ കഴിയുള്ളൂ. ഒന്നാമത് ഈമാൻ. എന്തിലുള്ള ഈമാൻ? അള്ളാഹുവിൻ്റെ വഹദാനിയത്തിലുള്ള ഈമാൻ. രണ്ടാമത് പ്രവാചകന്റെ റിസാലത്തിലുള്ള ഈമാൻ. മൂന്നാമത് ശരീഅത്തിലുള്ള ഈമാൻ. എങ്ങനെ? ശരീഅത്തിലുള്ള ഈമാൻ അതൊരു നല്ല ഈമാനാണ്. ശരീഅത്തിലുള്ള ഈമാൻ, അള്ളാന്റെ വഹദാനിയത്തും പ്രവാചകന്റെ റിസാലത്തും സമ്മേളിക്കുന്നത് ശരീഅത്തിലാണ്. അപ്പൊ ശരീഅത്തിലും നല്ല ഈമാൻ അനിവാര്യമാണ്. അള്ളാനെ അംഗീകരിക്കുന്നു, അള്ളാൻ റസൂലിനെ അംഗീകരിക്കുന്നു, ശരീഅത്തിനെ തള്ളിയാൽ? അപ്പൊ നേരത്തെ പറഞ്ഞ അള്ളാനെ അംഗീകരിക്കുന്നു എന്ന വാക്കിന് എന്താണ് അർത്ഥം? റസൂലിനെ അംഗീകരിക്കുന്ന വാക്കിന് എന്താണ് അർത്ഥം? ഈ പറയപ്പെട്ട വിഷയങ്ങൾ അഖിലവും അൽ ഇൻസാനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കിയെങ്കിലേ ഖുർആൻ മനുഷ്യരുടെ കാര്യത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അഥവാ അള്ളാഹു മനുഷ്യരുടെ കാര്യത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അത് നാം പഠനവിധേയമാക്കണം. ഇനിയെങ്കിലും നമുക്കിടയിൽ തീരെ ചർച്ച ചെയ്തിട്ടില്ലാത്തൊരു വിഷയമാണ്. നാം മനുഷ്യന്റെ അസ്തിത്വത്തെപ്പറ്റി ആലോചിക്കാറേ ഇല്ല. മനുഷ്യന്റെ ആദർശത്തെപ്പറ്റി മാത്രമേ നാം ചർച്ച ചെയ്യാറുള്ളൂ. അതിൻ്റെ ദൂഷ്യം ചില്ലറയല്ല. ഒട്ടുമിക്ക ശിർക്കിയൻ കുഫ്രിയൻ വാദഗതികളും അതേപോലെ തന്നെ ഒട്ടുമിക്ക ബിദ്അത്തുകളും മനുഷ്യനെ സംബന്ധിച്ച് നമുക്ക് അറിവില്ലായ്മയിൽ നിന്നുണ്ടായതാണെന്ന് ഗ്രഹിച്ചെടുക്കാൻ പറ്റുന്നതാണ്. മനുഷ്യനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ബോധം, അവന്റെ ഇന്നലകൾ, മനുഷ്യന്റെ ഇന്നുകൾ, അതേപോലെ മനുഷ്യന്റെ നാളകൾ, ഈ മൂന്നും മനസ്സിലാക്കുന്ന ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തൗഹീദ് തീവ്രവും ശക്തവുമാണ്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ റിസാലത്തിലുള്ള ഈമാൻ അതും വളരെ ശക്തവും തീവ്രവുമാണ്. ഇത് രണ്ടിനെയും സമന്വയിപ്പിച്ചുകൊണ്ട് ശരീഅത്തിനെ സ്വന്തം ജീവിതത്തിന്റെ വ്യവസ്ഥിതിയാക്കി മാറ്റിയെടുക്കുക എന്നതും വളരെ ശക്തവും തീവ്രവുമാണ്. അതൊരു ശക്തമാണ്, തീവ്രമാണ് എന്ന മലയാളത്തിലെ പ്രയോഗം നമുക്ക് അതിശയോക്തി ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ആവശ്യമില്ല. എപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് വ്യക്തമായൊരു ധാരണ നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പൊ ഇതെല്ലാം നമുക്ക് മനസ്സിലായിക്കോളും. അതില്ലാത്തത് കൊണ്ട് അതിൻ്റെ പോരായ്മ ചില്ലറയൊന്നുമല്ല. അതുകൊണ്ടാണ് നമ്മുടെ നാടായ ഇന്ത്യ പോലെയുള്ള സ്ഥലങ്ങളിൽ ഇസ്ലാമിക പ്രബോധനം കട്ടിയേറുന്നത്, കടുപ്പം കൂടുന്നത്. അതുകൊണ്ടാണ് വളരെ ദുസ്സഹമാണ് നമ്മുടെ നാട്ടിൽ തൗഹീദിന്റെ പ്രബോധനം. പാശ്ചാത്യ രാജ്യങ്ങളിലും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും ഇസ്ലാമിക തൗഹീദ് വലിയ പ്രയാസമുള്ള കാര്യമല്ല, എളുപ്പമാണ്. കാരണം അവർ കിതാബുകളിലും ആകാശവുമായി ബന്ധപ്പെട്ട മറ്റുള്ള പരിപാടികളിലും വിശ്വാസമുള്ളവരാണ്. മിഡിൽ ഈസ്റ്റിലെ ഏതാണ്ട് മുസ്ലിമീങ്ങളും പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ ജൂതനസാറാക്കളും. അതേ അവസരത്തിൽ നമ്മുടെ നാട് അങ്ങനെയല്ല. വ്യത്യസ്ത ചിന്താഗതികളും വ്യത്യസ്ത മതങ്ങളും വ്യത്യസ്ത ദൈവങ്ങളും വ്യത്യസ്ത ദേവതകളും വ്യത്യസ്ത പുരാണങ്ങളും രേഖകൾ അങ്ങനെ 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 വല്ലാത്തൊരു നാടാണ്. ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു മുസ്ലിമിന് തൗഹീദ് നിലനിർത്തിക്കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ജിഹാദ് വേറൊന്നുമില്ല. വലിയ ശക്തമായ കാര്യമാണ്. ഉലമാക്കളായാൽ പോലും അതേ അവസരത്തിൽ നമ്മളതിനെ പഠിക്കേണ്ട രീതിയിൽ അടിസ്ഥാനപരമായി പഠിക്കാൻ മെനക്കെട്ടാൽ എളുപ്പവുമാണ് കാര്യം. കാരണം താരതമ്യ പഠനം നടത്താൻ വേണ്ടി എളുപ്പം നമ്മുടെ നാടുകളിലാണ്. തൗഹീദിനെ അല്ലെങ്കിൽ റിസാലത്തിനെ താരതമ്യ പഠനം നടത്താൻ എളുപ്പമുള്ള കാര്യമാണ്. പോട്ടെ, ഞാൻ മുഖപുര നീട്ടുന്നില്ല. നാം പറഞ്ഞതെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിന്റെ സന്തതികൾക്ക് നൽകിയ ആദരവ് ചില്ലറയല്ല. ഈ ആദരവ് ആകാശലോകത്തുനിന്ന് തുടങ്ങിയതാണ്. അത് നാം പലവരും ചർച്ച ചെയ്ത വിഷയമാണ്. ഈ ആദരവ് ഭൂമിയിലും തുടരുന്നു എന്നതാണ് വസ്തുത. മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങിയ നാളും ആ ആദരവോടുകൂടി തന്നെയാണ്. അല്ലാഹു തആല ആ ആദരവൊന്നും പിൻവലിച്ചിട്ടില്ല. ആകാശത്തിൽ നിന്ന് നിർമ്മാണം പൂർത്തിയാക്കി, ആകാശത്തിൽ വെച്ച് വിദ്യാഭ്യാസം പൂർത്തിയാക്കി ആദം, ആകാശത്തിൽ വെച്ച് വിവാഹം നടത്തി, സ്വർഗലോകത്ത് കുടുംബജീവിതം നയിച്ച്, അങ്ങനെ ഒരു വലിയ മേഖല കടന്നിട്ടാണ് ആദം ഭൂമിയിലെത്തുന്നത്. നമ്മൾ ആ രീതിയിൽ തന്നെ മനുഷ്യനെ പഠിക്കണം. നമ്മൾ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് മനുഷ്യനെ പഠിക്കാൻ മെനക്കെട്ടാൽ മനുഷ്യൻ തിരിയില്ല. നമ്മൾ അങ്ങനെ തന്നെ പഠിക്കണം. അങ്ങനെ ഒരു വലിയ ജീവിതം വ്യത്യസ്ത മേഖലകളിൽ അഭൗതിക ലോകത്ത് പൂർത്തിയാക്കിക്കൊണ്ടാണ് ആദം ഹവ്വ ദമ്പതിമാര് ഭൂമിയിലെത്തുന്നത്. ഒരു യാത്രക്കാരൻ.
ഒരു നവദമ്പതിമാരുടെ യാത്ര, ആദം ഹവ്വമാരുടെ യാത്ര എവിടെ നിന്ന് തുടങ്ങിയതാ? അർശിന്റെ ചോട്ടിൽ ആദമിന്റെ നിർമ്മാണം തൊട്ട്, അത് കഴിഞ്ഞിട്ട് ആദമിന്റെ വിദ്യാഭ്യാസ കാലഘട്ടം, അത് കഴിഞ്ഞിട്ട് ഹവ്വാന്റെ നിർമ്മാണം, അത് കഴിഞ്ഞിട്ട് ആദം ഹവ്വമാരുടെ വിവാഹം, അത് കഴിഞ്ഞിട്ട് ആ ദമ്പതിമാരുടെ സ്വർഗത്തിലുള്ള താമസം, ആ സ്വർഗത്തിൽ നിന്ന് കുടുംബജീവിതത്തിന്റെ ബാലപാഠം പഠിക്കൽ, കുടുംബജീവിതത്തിലുള്ള അസ്വാരസ്യങ്ങൾ നിയമലംഘനത്തിന് കാരണമാവൽ, ആ നിയമലംഘനത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഭൂമിയിലേക്കുള്ള പുറപ്പാട്. എത്ര രസമാണ് പഠിക്കാൻ. നമ്മൾ പഠിക്കൂല എന്ന് മാത്രമല്ല, പഠിച്ചാൽ തന്നെ തലതിരിച്ചിട്ടാ പഠിക്കുക, എല്ലാം കുത്തനാക്കിയിട്ടാ പഠിക്കുക. നാം അതിനു മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. ഇൽമിനെ സംബന്ധിച്ചും ജഹിലിനെ സംബന്ധിച്ചും ഒരു വിശദീകരണം നാം തന്നിട്ടുണ്ട് ഇതിനു മുമ്പ്. എന്താണ് ഇൽമ്, എന്താണ് ജഹില്? നാം ജഹിലിനെ ഇൽമായിട്ട് കണക്കാക്കിയതാണ് നമുക്ക് വന്ന കുഴപ്പം. ഇൽമിനെ വേറെ, ജഹിലിനെ വേറെ കാണണം. ഇൽമ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി ശരിയായ സ്രോതസ്സിൽ നിന്ന് കിട്ടുന്ന, സോഴ്സിൽ നിന്ന് കിട്ടുന്ന അറിവാണ്. ജഹില് എന്ന് പറഞ്ഞാൽ അറിവാണ്, പക്ഷെ ശരിയായ സോഴ്സിൽ നിന്ന് കിട്ടുന്നതായിരിക്കുകയില്ല. ഈ വേർതിരിവോടുകൂടി തന്നെ നാം കാര്യങ്ങളെ സമീപിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ആദം ഹവ്വ ദമ്പതിമാര് ഈ മേഖലകളെല്ലാം പിന്നിട്ട് ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങിയപ്പോഴും ആ ആദരവ് അല്ലാഹു തആല നിർത്തൽ ചെയ്തിട്ടില്ല. ഒരു വലിയ പ്രത്യേകതയാണ്. ആദരവ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണന തീർച്ചയായിട്ടും മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട്. ആ പരിഗണനയുടെ ഭാഗമായി മനുഷ്യർക്ക് അള്ളാഹു മൊത്തത്തിൽ നൽകിയ രണ്ട് പ്രത്യേക ദർജകളാണ് ഖിലാഫത്തും ഹിദായത്തും. മനുഷ്യരെ ആദരിക്കാൻ അല്ലാഹു തആല നൽകിയ രണ്ട് സ്ഥാനങ്ങളാണത്, ഖിലാഫത്തും ഹിദായത്തും. എന്താണ് ഖിലാഫത്ത്, എന്താണ് ഹിദായത്ത്? വിശദമായിട്ട് നാം അത് പഠിക്കണം. എന്നാലേ ഭൂമിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ പറ്റി ഒരു ഏകദേശ രൂപം നമുക്ക് കിട്ടുള്ളൂ. അള്ളാഹു ആദ്യമായി ഭൂമിയിൽ മനുഷ്യർക്ക് നൽകുന്ന ബഹുമാനം ഖിലാഫത്തിൻ്റെതാണ്. എന്താണ് ഖിലാഫത്തിന് നാം അർത്ഥം വെക്കുക? സയ്യിദ് ഖുത്ബും സയ്യിദ് മൗദൂദിയും ഖിലാഫത്തിന്റെ ഭരണം എന്നർത്ഥം വെച്ചു. സംഭവിച്ചതോ ഇന്ന് ലോകത്ത് എന്താണോ കാണുന്നത് അതൊക്കെ സംഭവിച്ചു. ഇന്ന് ലോകത്ത് എന്താണോ കാണുന്നത് അതൊക്കെ സംഭവിച്ചു. ഭരണം എന്നർത്ഥം വെച്ചപ്പോൾ മലയാളികളായ നാമും അങ്ങനെയാണ് പഠിച്ചത്, ഖിലാഫത്തിന്റെ ഭരണം എന്ന വാക്ക്. അതുകൊണ്ട് നാം ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ എന്ന അള്ളാഹുവിന്റെ ആ പ്രഖ്യാപനത്തിന് ഭരണകർത്താവ് എന്നർത്ഥം വെച്ചു. ഭരണകർത്താവ് എന്നർത്ഥം വെച്ചപ്പോൾ ഭരണം നോക്കി നടക്കലായിപ്പോയി നമ്മുടെ ജോലി. ദീനുൽ ഇസ്ലാമിനെ ഭരണത്തിന് വേണ്ടി ഉപയോഗിക്കലുമായി നമ്മുടെ ജോലി. സംഭവിച്ചതോ ചിന്തിക്കാനും പറയാനും പറ്റാത്ത മേഖലകളിലേക്ക് കാട് കയറി. ഒരു പിടുത്തവുമില്ല. ബൈനൽ ബഹരി വശൈത്താൻ, ഷൈത്താന്റെയും കടലിന്റെയും ഇടയിൽ എന്ന് പറഞ്ഞ മട്ടത്തിലായി. എന്താ സംഭവിച്ചു? ഖിലാഫത്തിന് ഭരണം എന്നർത്ഥം വെച്ചത്. അപ്പൊ പിന്നെ ഖിലാഫത്തിന് എന്താ അർത്ഥം വെക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ മനുഷ്യന്റെ തുടക്കത്തെ സംബന്ധിച്ച് വിവരിപ്പിച്ചപ്പോൾ തന്നെ, പ്രസ്താവിച്ചപ്പോൾ തന്നെ മലക്കുകളോട് അല്ലാഹു തആല പറഞ്ഞ വാക്കതാണ്, വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. നല്ല വാക്ക്. അല്ലാഹു തആല മലക്കുകളോടായി പ്രസ്താവിച്ചപ്പോൾ എന്താണ് പ്രസ്താവന? ഞാൻ ഭൂമിയിലേക്ക് ഖലീഫാനെ നിയോഗിക്കാൻ പോകുകയാണ്. എന്താണ് ഈ ഖിലാഫത്ത് കൊണ്ട് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത്? ആദരവാണ്, ഒരു ഇക്റാമാണ്, ഒരു ബഹുമാനമാണ്. ഭരണം എന്ന് പറയുകയും അതിന് നാം പകരക്കാരനെ അർത്ഥം വെക്കുകയും ചെയ്യുമ്പോൾ പ്രശ്നം ഗുരുതരമാവും. അള്ളാഹുവിന്റെ പകരക്കാരെന്നൊക്കെ അർത്ഥം വ്യാപകമാവും. അതുകൊണ്ട് ആകെ കാട് കയറും. ഒന്നും വേണ്ട, ഒരു ഇക്റാമാണ്. എന്താണ് ഖിലാഫത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രത്യുൽപാദനത്തിൽ അള്ളാഹു മനുഷ്യന്റെ ഇടപെടലിനെ പരിഗണിക്കുന്നു. അതന്നെ ഖിലാഫത്ത്. പ്രത്യുൽപാദനത്തിൽ അള്ളാഹു മനുഷ്യന്റെ ഇടപെടലിനെ പരിഗണിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു തആലക്ക് അത് ഷർത്തല്ല, നിബന്ധനയല്ല. നിർമ്മാണ പ്രക്രിയയിൽ അള്ളാഹുവിന്റെ ഖൽഖിൽ അള്ളാഹു തആലക്ക് മനുഷ്യന്റെ ഇടപെടൽ ഒരിക്കലും നിബന്ധനയുള്ള കാര്യമല്ല. പിന്നെന്താണ്? മനുഷ്യനെ അള്ളാഹു തആല മറ്റ് സൃഷ്ടികളെ അപേക്ഷിച്ച് ഈ വിഷയത്തിൽ പരിഗണിക്കുന്നു. എന്താണ് പരിഗണന? നമുക്ക് വിശദീകരിച്ചു നോക്കാം. അള്ളാഹു തആല സൂറത്തുൽ വാഖിഅയിൽ കർഷകനെ സംബന്ധിച്ചും കൃഷിയെ സംബന്ധിച്ചും വിശദീകരിക്കുന്നുണ്ട്. കർഷകനുമായിട്ടൊരു അള്ളാഹു തആല കർഷകനുമായി സംവദിക്കുന്നുണ്ട്. കർഷകരുമായിട്ട് അള്ളാഹു ഒരു സംവാദമുണ്ട് സൂറത്തുൽ വാഖിഅയിൽ. അള്ളാഹു തആല കർഷകനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നാം പലവരും ആ കാര്യം സംസാരിച്ചതാണ്.
എന്താണ് അല്ലാഹു തആല ചോദിച്ചത് കർഷകനോട്? അഫറഅയ്തും മാ തഹ്റുസൂൻ അഅൻതും തഖ്ലുഖൂനഹു അഅൻതും തസ്റഊനഹു അം നഹ്നുസ് സാരിഊൻ. നല്ല വാക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കർഷകനോട് ചോദിക്കുകയാണ്, ഓ കർഷക, നിന്റെ കൃഷിയെപ്പറ്റി നീ വല്ലപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? നിന്റെ കൃഷിയെപ്പറ്റി നീ വല്ലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? നിനക്ക് എന്താണ് നിന്റെ കൃഷിയെപ്പറ്റി അറിയുക? എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നു, നിന്റെ കൃഷി തഹറുസുവൻ, എന്റെ കൃഷി എന്നല്ല അള്ളാഹ് പറഞ്ഞത്. സമ്പത്തിനെ പറ്റി പറഞ്ഞപ്പോഴല്ല അള്ളാഹ് എന്താ പറഞ്ഞത്? മിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, ഞാൻ തന്ന പൈസ നീ ചെലവാക്കുക എന്നാ പറഞ്ഞത്. എന്റേത് എന്നല്ല. ഇവിടെ കർഷകനെ പരിഗണിക്കുന്നു അള്ളാഹു തആല. എന്നിട്ട് ചോദിക്കുന്നു കർഷകനോട്, നീ ചെയ്യുന്ന കൃഷി തഹറുസുവൻ, നീ ചെയ്യുന്ന കൃഷിയെ സംബന്ധിച്ച് നീ ആലോചിക്കാറുണ്ടോ? എന്നുവെച്ചാൽ കർഷകന്റെ ഇടപെടലിനെ അള്ളാഹ് പരിഗണിക്കുന്നു എന്നർത്ഥം. എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ്, കർഷകനായ നീ നിന്റെ ജോലി പൂർത്തിയാക്കി കഴിഞ്ഞാൽ അതിൽ ഉൽപാദനം നടത്തുന്നവനെ പറ്റി നീ ചിന്തിച്ചിട്ടുണ്ടോ? അഅൻതും തസ്റഊനഹു അം നഹ്നുസ് സാരിഊൻ, നീയാണോ അതിൽ ഉൽപാദനം നടത്തുന്നത് അതോ ഞാനാണോ? എന്താ മനസ്സിലായത്? കർഷകനെ അള്ളാഹു പ്രത്യുൽപാദനത്തിൽ പരിഗണിക്കുന്നു. കർഷകൻ ഇല്ലെങ്കിലും പ്രത്യുൽപാദനത്തിന് അള്ളാഹു കഴിവുള്ളവനാണ്. കർഷകന്മാരെല്ലാ കർഷകന്മാരുടെ പണി മുടക്കി കഴിഞ്ഞാൽ ആർക്ക് റിസ്ക് കിട്ടാണ്ട് ബുദ്ധിമുട്ടി പോവാം. അള്ളാന്റെ വായ്ത പൂർത്തിയാക്കും. തീർച്ചയായിട്ടും നഹ്നു നർസുക്കും, ഞാനാ നിങ്ങൾക്ക് റിസ്ക് തരുന്നത്, കർഷകനല്ല, ഗവൺമെന്റും അല്ല, ഞാനാ നിങ്ങൾക്ക് റിസ്ക് തരുന്നത്. ആ അള്ളാഹു തആല ഏത് രീതിയിലും പൂർത്തിയാക്കും. കാരണം ഈ വസ്തുക്കളൊന്നും നേരത്തെ മനുഷ്യൻ ഉണ്ടാക്കിയതല്ല. അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ തന്നെ ആ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. ലക്കും ഫിൽ അർളി മുസ്തഖറും വമതാഉൻ ഇലാ ഹീൻ. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഹവ്വാനെയും ഭൂമിയിൽ പാർപ്പിക്കാൻ നേരത്തെ അല്ലാഹു തആല നൽകിയ നിർദ്ദേശം എന്താ? നിങ്ങൾ ഭൂമിയിൽ പോയി താമസിച്ചോളിൻ. ഇഹ്ബിതു ഫിൽ അർള്, സൂറത്തുൽ ബഖറ. ഇഹ്ബിതു ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിൽ താമസിച്ചോ പോയിട്ട്. ലക്കും ഫിൽ അർളി, നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട് മുസ്തഖറുൻ, താമസിക്കാനുള്ള സൗകര്യവും വമത്താഉൻ, ജീവിക്കാനുള്ള വിഭവവും. മത്താഴ് കേട്ടിട്ടുണ്ട്? ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ മത്താഴ്? കേരളക്കാർക്ക് നല്ല പരിചയമുള്ള സാധനമാണ് ഈ മത്താഴ്. പിള്ളേർക്കറിയും തോന്നില്ല, ഒരു 10-30-40 വയസ്സുള്ളവർക്കേ മനസ്സിലാവുള്ളൂ. 1980 ഒരു ശരീഅത്ത് സംവാദം കാട്ടിലുണ്ടായിട്ടുണ്ടല്ലോ. ശരീഅത്ത് സംവാദത്തിൽ ഏറ്റവും മുഖ്യമായ ഒരു വിഷയം മത്താഅ്. വലിൽ മുത്തല്ലഖാത്തി, നമ്പൂതിരിപ്പാടിനും കൂടി ആയത്ത് കാണണ്ടറിയാം, പിന്നെ നമുക്ക് മാത്രം അറിയില്ല എന്ന് പറയുന്നത് നാണക്കേടല്ലേ. വലിൽ മുത്തല്ലഖാത്തി മതാഉൻ ബിൽ മഅറൂഫി ഹഖ്ഖൻ അലൽ മുത്തഖീൻ. ഓർക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ മത്തായ എല്ലാവർക്കും അറിയാം. അത്രയേ ഉള്ളൂ, ജീവനാംശം. മത്തായി ജീവനാംശം എങ്കിൽ പിന്നെ ഇവിടെ അങ്ങനെ അർത്ഥം വെക്കും. ലക്കും ഫിൽ അർളി മുസ്തഖറും വമതാഉൻ ഇലാ ഹീൻ. ലക്കും ഫിൽ അർളി മുസ്തഖറും വമതാഉൻ ഇലാ ഹീൻ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഭൂമിയിൽ താമസിക്കാനുള്ള സൗകര്യം ഏർപ്പാടാക്കിയിട്ടുണ്ട്. വമതാഉൻ, ജീവനാംശവും ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇലാഹീൻ, ഒരു നിശ്ചയ സമയം വരെ. എന്താ മനസ്സിലാകുന്നത്? ഖിയാമത്ത് നാൾ വരെ മനുഷ്യർക്ക് തിന്നാനും കുടിക്കാനും ആവശ്യമുള്ള സകല സജ്ജീകരണങ്ങളും നേരത്തെ അള്ളാഹു ഉണ്ടാക്കിയിട്ടാണ് മനുഷ്യനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നർത്ഥം. നല്ലത് നീ പോയിട്ട് നീ തിന്നുന്ന സാധനം ഉണ്ടാക്കിക്കോന്നല്ല പറഞ്ഞത്. പിന്നെ മനുഷ്യർക്ക് ഇതിലൂടെ ഇടപെടൽ എന്താണ്? പ്രത്യുൽപാദനത്തിന്റെ കാര്യത്തിൽ മനുഷ്യന്റെ ഇടപെടലിനെ അള്ളാഹു പരിഗണിക്കുന്നു. മനുഷ്യരല്ലാത്ത ജീവജാലങ്ങൾക്ക് പ്രത്യുൽപാദന ശേഷിയില്ല. ഉണ്ടോ? ഒരു മൈതാനത്തെ പുല്ല് മുഴുവനും തിന്നു തീർന്നാൽ അടുത്ത പുല്ല് കൃഷി ചെയ്യാനുള്ള ഉത്തരവാദിത്തം മൃഗങ്ങൾക്കുണ്ടോ? ഇല്ല. പുല്ല് അള്ളാഹ് മുളപ്പിച്ചെടുത്ത് പോയി തിന്നുന്ന ജോലി മാത്രമേ മൃഗങ്ങൾക്കുള്ളൂ. എന്ന് വെച്ചാൽ അർത്ഥം പ്രത്യുൽപാദനത്തിന്റെ കാര്യത്തിൽ അള്ളാഹു മനുഷ്യരല്ലാത്ത സൃഷ്ടികളെ പരിഗണിക്കുന്നില്ല. അത് അള്ളാഹു തന്നെ സ്വന്തം നടത്തുകയാണ്. അതേസമയത്ത് മനുഷ്യന്റെ കാര്യത്തിലോ പ്രത്യുൽപാദനത്തിൽ മനുഷ്യന്റെ ഇടപെടലിനെ അള്ളാഹു പരിഗണിക്കുന്നു. അപ്പൊ മനസ്സിലാകുന്നു അതൊരു ഇക്റാമ് മാത്രമാണ്, അള്ളാഹു തആലാക്ക് ഒരു വ്യവസ്ഥയല്ല. പ്രത്യുൽപാദനത്തിന് മനുഷ്യന്റെ കായികമോ അല്ലെങ്കിൽ സാമ്പത്തികമായ ശേഷി അള്ളാഹ് വ്യവസ്ഥയാക്കി വെച്ചിട്ടില്ല, ഒരു പരിഗണന മാത്രമേ ഉള്ളൂ എന്നേ ഖിലാഫത്തിനർത്ഥം. അതുകൊണ്ട് അള്ളാഹു തആല ചോദിച്ചല്ലോ, ഇനി നിന്റെ കൃഷി നീ പൂർത്തിയാക്കി, നീ നല്ല വിത്തിട്ടു, നീ നല്ല കൃഷിസ്ഥലം തെരഞ്ഞെടുത്തു, നല്ല മണ്ണ് പാകമാക്കി, നല്ല വിത്തിട്ടു, എന്നിട്ട് അതിന് വേലി കെട്ടി, നല്ല വളം ചേർത്തു, ശാസ്ത്രീയമായ കൃഷി നീ ചെയ്തു, അതുകൊണ്ട് ഉൽപാദനം ക്ലിയർ ആയിക്കൊള്ളുന്നുണ്ടോ? അല്ലാഹു തആല പറഞ്ഞു, ഒരിക്കലുമില്ല. നീ എങ്ങനെ കൃഷി ചെയ്താലും ശരി, ഉൽപാദനത്തിന്റെ കംപ്ലീറ്റ് കൺട്രോൾ എന്റെ കയ്യിലാണ്. അഅൻതും തസ്റഊനഹു അം നഹ്നുസ് സാരിഊൻ, നീയാണോ ഉൽപാദിപ്പിക്കുക, ഞാനാണോ? ഞാനാണ് എന്ന് അള്ളാഹ് സ്ഥാപിച്ചിട്ട് കർഷകനോട് പറയാണ്,
ലൗ നശാഉ ലജഅൽനാഹു ഹുതാമാ ഫളൽതും തഫക്കഹൂൻ ഇന്നാ ലമുഗ്റമൂൻ ബൽ നഹ്നു മഹ്റൂമൂൻ. ക്ലിയറായി. ലൗ നശാഉ, എന്റെ മശീഅത്തുണ്ടായാൽ, ഞാൻ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വസ്തുവിനെ ഉണ്ടാക്കുന്നതിന് 4 കാര്യങ്ങളെ സമ്മേളിപ്പിക്കുന്നുണ്ട്. അള്ളാഹു ഒരു കാര്യം നിർമ്മിക്കുന്നതിന് 4 കാര്യങ്ങളെ സംയോജിപ്പിക്കുന്നുണ്ട്. ഒന്ന് അള്ളാഹുവിന്റെ ഇൽമ്, രണ്ടാമത്തത് ആ ഇൽമ് നേരത്തെ രേഖപ്പെടുത്തി വെച്ച രേഖ. കതബല്ലാഹു മഖാദീറൽ ഖൽഖ് ഖബല അൻ യഖ്ലുഖല്ലാഹു സമാവാതി വൽ അർദ് ബി50 സന. പ്രപഞ്ചം നിർമ്മിക്കുന്നതിന്റെ 50,000 വർഷം മുമ്പ് അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെയുള്ളത് മുഴുവനും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആദ്യം അല്ലാഹു അവ്വലു മാ ഖലഖല്ലാഹുൽ ഖലം, ആദ്യമായി ഈ വിഷയത്തിൽ അല്ലാഹു നിർമ്മിച്ചത് കലമിനെയാണ്, പേനയാണ്. എന്നിട്ട് അല്ലാഹു പേനയോട് പറഞ്ഞു ഉക്തുബ്, നീ എഴുതുക. ഇബ്നു അബ്ബാസിനെ തൊട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ സ്വഹീഹായ സനദുള്ള ഹദീസ്, നീ എഴുതുക. അപ്പൊ ചോദിക്കുന്നു ഒമാ അക്തുബിയ, ഞാൻ എന്താണ് എഴുതേണ്ടത്, ഞാൻ എന്താണ് എഴുതേണ്ടത്? അപ്പൊ അള്ളാഹുവിന്റെ നിർദ്ദേശം ഉണ്ടായി, മാ ഹുവ കായിനുൻ ഇലാ യൗമിൽ ഖിയാമ, ലോകാവസാനം വരെ എന്തൊക്കെ ഉണ്ടാകണമോ അത് മുഴുവനും നീ റെക്കോർഡാക്കുക. അപ്പൊ ഇൽമിന് ശേഷം കിതാബത്തുണ്ടായി. രണ്ടാമത്തെ ജോലി അതാണ്. മൂന്നാമതായിട്ട് അല്ലാഹു തആല സ്വീകരിക്കുന്ന രീതി മശീഅത്താണ്. ഒരു കാര്യം ഉണ്ടാക്കാൻ അള്ളാഹുവിൽ നിന്നുണ്ടാകുന്ന 4 കാര്യങ്ങളിൽ നിന്ന് മൂന്നാമത്തെ കാര്യം മശീഅത്താണ്. അള്ളാഹുവിന്റെ ഇൽമിലുണ്ട്, അത് അള്ളാഹ് റെക്കോർഡിൽ ചെയ്തു വെച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ആ കാര്യം നടന്നോളണമെന്നില്ല. നടക്കണമെങ്കിൽ മൂന്നാമത്തെ കാര്യം കൂടി നടക്കണം. എന്ത് നടക്കണം? അത് ഉണ്ടാവേണ്ട സമയത്ത് അള്ളാഹുവിന്റെ മശീഅത്തുണ്ടാവണം. കൃത്യസമയത്ത് അള്ളാഹു അതുണ്ടാകണം എന്ന് തീരുമാനിക്കണം. പോരാ, നാലാമത്തെ കാര്യം നടക്കണം, ഉണ്ടാക്കുക എന്ന കാര്യം കൂടി നടക്കണം. ഉണ്ടാക്കുന്നതിന് അള്ളാഹുവിന്റെ രീതി എന്താണ്? ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. സൂറത്തു യാസീൻ. കാര്യമുണ്ടായി. ഈ 4 കാര്യങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴാണ് ഒരു കാര്യം ഉണ്ടാകുന്നത്. ഇതാണ് നമ്മളെ അഖീദ. അള്ളാഹുവിന്റെ നിർമ്മാണ രീതി അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കർഷകനോട് പറയുന്ന വിഷയം അത് തന്നെയാണ്. ലൗ നശാഉ, ഞാൻ തീരുമാനിക്കുന്ന പക്ഷം, എന്റെ മശീഅത്ത് വരുന്ന പക്ഷം, ലജഅൽനാഹു ഹുതാമാ, നിന്റെ കൃഷിയെ ഞാൻ പതിരാക്കി കളയും. പതിര് എന്താ പറയാ? മന്നല. നമ്മുടെ മലബാറിലെ മന്നല എന്നാ പറയാ. അരിയില്ലാത്ത നെല്ലിന് എന്താ പറയാ? പതിര്. തെക്കൻ കേരളക്കാർ പതിര് എന്നാ പറയാ. കൊട്ടത്തേങ്ങ എന്നെല്ലാം പറഞ്ഞില്ലേ? തേങ്ങയില്ലാത്ത, കാമ്പില്ലാത്ത തേങ്ങ, അതിനാണ് ഹുത്താമ് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കർഷകനോട് പറയുന്ന ഈ വാക്കിന് വലിയ അർത്ഥം നാം കൽപ്പിക്കണം. അപ്പോഴേ നമുക്ക് ഖിലാഫത്തിന്റെ അർത്ഥം മനസ്സിലാവുള്ളൂ. ഞാൻ തീരുമാനിക്കുകയാണെങ്കിൽ നീ ചെയ്ത കൃഷിയൊക്കെ റെഡിയാണ്, നീ ചെയ്ത രൂപം ശരിയാണ്, നീ തുടങ്ങി വെച്ചത് മുഴുവനും ക്ലിയറാണ്, നീ തെരഞ്ഞെടുത്ത വിത്ത് റെഡിയാണ്, നീ തെരഞ്ഞെടുത്ത മണ്ണ് റെഡിയാണ്, നീ കൃഷി ചെയ്ത രീതി ശാസ്ത്രീയമാണ്, നീ അതിനെ വേലി കെട്ടിയിട്ടുണ്ട്, അതിന് നീ കീടനാശികൾ തെളിച്ചിട്ടുണ്ട്, നീ വെള്ളം ചേർത്തിട്ടുണ്ട്, വളം ചേർത്തിട്ടുണ്ട്, ഒക്കെ ശരിയാണ്. ഇതൊന്നും എന്റെ ഇടപെടലിന് വ്യവസ്ഥയല്ല. അല്ലാഹു തആല പറഞ്ഞു. ഏതാണ്ട് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലാഹുവിന്റെ ഇടപെടലിന്റെ രീതി. ഇതൊന്നും എന്റെ ഇടപെടലിന് വ്യവസ്ഥയല്ല. നീ ഇതൊക്കെ ചെയ്തത് മനുഷ്യൻ എന്ന നിലക്ക് നിന്നെ ഏൽപ്പിച്ച പ്രാഥമിക ജോലികളാണ്. ഈ ജോലി ഞാൻ ചെയ്യുന്ന ജോലിക്ക് തുടർച്ചയല്ല, മറിച്ച് നിന്നെ ഞാൻ പരിഗണിച്ചതാണ്. ഇന്നി ജായിലും ഫിൽ അർളി ഖലീഫ, നിന്നെ ഞാൻ ഈ വിഷയത്തിൽ പരിഗണിച്ചതാണ്. ആ പരിഗണന ഞാൻ ചെയ്യേണ്ട ജോലി ചെയ്യാൻ നിർബന്ധമാക്കുന്നതിന് വ്യവസ്ഥയല്ല. അതിനുള്ള എന്റെ മശീഅത്ത് മറിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അത് പതിരാക്കി കളയും. അപ്പൊ നീ എന്ത് പറയും? ഫളൽതും തഫക്കഹൂൻ. അപ്പൊ കർഷകനായ നീ പരാതി പറയാൻ തുടങ്ങും. ഇന്നാല മുഗ്റമൂൻ, ഞാൻ ലോൺ എടുത്തിട്ടാണ് കർഷകം ചെയ്തത്, ഞാൻ കടം വാങ്ങിയിട്ടാണ് പിന്നെ കൃഷി ചെയ്തത്, ഒക്കെ കടത്തിൽ തൊളിഞ്ഞു പോയി, ആ കടക്കാരനായി ഞാൻ തൊലഞ്ഞു പോയി, ഞാൻ വിഷമിച്ചു പോയി, എന്തൊരു കഷ്ടമാണിത്. പോരാ, ബൽ നഹ്നു മഹ്റൂമൂൻ. അത് കൂടാതെ നീ ഇങ്ങനെയും പറയും, പ്രകൃതി കനിഞ്ഞില്ല, മഴ പെയ്തില്ല, മഴ കൂടിപ്പോയി, മഴ കുറഞ്ഞുപോയി, വെയിൽ കൂടിപ്പോയി, വെയിൽ കുറഞ്ഞുപോയി, ഇതൊക്കെ നീ പറയും. ഇതൊന്നും അല്ല സംഗതി.
ഉൽപാദനത്തിന്റെ കാര്യത്തിൽ റബ്ബ് എന്ന നിലക്ക് ഞാൻ എന്റെ തീരുമാനം എനിക്ക് അനുകൂലമാക്കിയില്ല. ഉള്ളു വിഷയം. പരാതിയൊന്നും കൂടുതൽ പറയണ്ട. ഇതാണ് കൃഷിയുടെ കാര്യത്തിൽ അള്ളാഹു മനുഷ്യനെ അഥവാ കർഷകനെ പരിഗണിക്കുന്ന രീതി. ഇതാണ് ഖിലാഫത്ത്, പരിഗണന. മലയാളത്തിൽ എന്താ അർത്ഥം വെക്കാൻ എനിക്കറിയില്ല. മലയാളത്തിൽ അർത്ഥം വെക്കുമ്പോൾ കൊളാവും. പ്രാതിനിധ്യത്വം, അധികാരം, പ്രതിനിധി എന്നൊക്കെ പറയുമ്പോൾ അത് ആകെ വലിയ പ്രയാസം ഉണ്ടാക്കി. ഇനി മനുഷ്യന്റെ പ്രത്യുൽപാദനത്തിന്റെ കാര്യത്തിൽ എന്താ അള്ളാഹു തആല പറഞ്ഞത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ആദമിനെയും ഹവ്വാനെയും അള്ളാഹു അവന്റെ ഖുദ്റത്ത് കൊണ്ട് നിർമ്മിച്ചു. ഖുദ്റത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മനുഷ്യന്റെ ഇടപെടലില്ലാതെ സൃഷ്ടിച്ചു അള്ളാഹു. മനുഷ്യന്റെ ഇടപെടലിനെ, സൃഷ്ടികളുടെ ഇടപെടലിനെ പരിഗണിക്കാതെ തന്നെ അള്ളാഹു തആല അവന്റെ മുത്തലക്കായ ഖുദ്റത്ത് ഉപയോഗിച്ചിട്ട് ആദം ഹവ്വ ദമ്പതിമാരെ നിർമ്മിച്ചു. മുത്തലക്കായ ഖുദ്റത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അള്ളാഹു ആ നിർമ്മാണത്തിൽ സ്വീകരിക്കുന്ന രീതിയാണ് ഞാൻ നേരത്തെ സൂറത്ത് യാസീൻ ഓതിയ ആയത്ത്, ഇദാ അറാദ ശൈഅൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അതാണ് അള്ളാഹുവിന്റെ ഖുദ്റത്തി ഇടപെടൽ. അള്ളാഹിന്റെ ഖുദ്റത്തി ഇടപെടൽ മറ്റൊന്നിനെയും പരിഗണിക്കാതെ അള്ളാഹു തആല ഡയറക്റ്റ് ആയിട്ട് ഒരു കാര്യത്തിൽ ഇടപെടുമ്പോഴാണ് ഈ വിഷയം വരുന്നത്. അതേ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ആദരിച്ചു. കാരണം മനുഷ്യനെയും കൂടി ആ വിഷയത്തിൽ അള്ളാഹ് പരിഗണിച്ചു. ചില ജോലികൾ മനുഷ്യനെ ഏൽപ്പിച്ചു. അതാണ് കർഷകന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞത്. ഇനി മനുഷ്യോൽപാദനത്തിന്റെ കാര്യം എടുക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ. കളിമണ്ണിന്റെ സത്തയിൽ നിന്ന് മനുഷ്യനെ നിർമ്മിച്ചെടുത്തവനാണ് ഞാൻ. അള്ളാഹു പറഞ്ഞു, തീർച്ചയായും കളിമണ്ണിന്റെ സത്തയിൽ നിന്നാണ് മനുഷ്യനെ ഞാൻ നിർമ്മിച്ചെടുത്തത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? വഖലഖ മിൻഹാ സൗജഹാ. അല്ലേ പറയത്ത്, വഖലഖ മിൻഹാ സൗജഹാ. കളിമണ്ണിന്റെ സത്തയിൽ നിന്ന് നിർമ്മിച്ച ആ ശരീരത്തിൽ നിന്ന് അതിനാവശ്യമായ ഒരു ഇണയെയും നിർമ്മിച്ചു. ആദ്യം സൃഷ്ടിച്ച ആദം എന്ന് പേരിട്ടു, രണ്ടാമത് സൃഷ്ടിച്ച സാധനത്തിന് ഹവ്വ എന്നും പേരിട്ടു. എന്നിട്ട് എന്താ ചെയ്തത്? കല്യാണം കഴിച്ചു കൊടുത്തു അല്ലാഹു തആല ആകാശലോകത്ത് വെച്ച്. കല്യാണം നടന്നതിന് ശേഷമോ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യുൽപാദനത്തിൽ ആദം ഹവ്വ ദമ്പതിമാരെ പരിഗണിച്ചു. ഏതാണ് ആ പരിഗണന? ثم جعلناه نطفة في قرار مكين. അല്ലാഹു തആല ആദ്യം സൃഷ്ടിച്ച പുരുഷനിൽ അല്ലാഹ് ബീജം നിർമ്മിച്ചു, സ്ത്രീയിൽ അണ്ഡവും നിർമ്മിച്ചു. പുരുഷനോട് സ്ത്രീയുടെ അണ്ഡവുമായി ബീജത്തെ സംയോജിപ്പിക്കാൻ നിർദ്ദേശിച്ചു. അങ്ങനെ ആദമിന്റെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ബീജത്തെ ഹവ്വാന്റെ ശരീരത്തിൽ നിന്ന് വിസർജിക്കപ്പെട്ട അണ്ഡവുമായി ബന്ധപ്പെടുത്താനുള്ള ഏർപ്പാടുണ്ടാക്കി. ആ ഏർപ്പാടിന് നിയമസാധുത നിക്കാഹിലൂടെ നൽകി. ഇല്ലേ? നിയമസാധുത നിക്കാഹിലൂടെ നൽകി. അങ്ങനെ ആ ബീജവും അണ്ഡവും തമ്മിൽ സംയോജിക്കുന്നതിന് ഒരാണിനെയും ഒരു പെണ്ണിനെയും അല്ലാഹു തആല കാരണക്കാരനാക്കി. എന്നിട്ടോ ഫീ ഖറാരിൻ മക്കീൻ. സുരക്ഷിതമായ മാതാവിന്റെ ഗർഭാശയത്തിൽ ആ ബീജ അണ്ഡ സങ്കലന വസ്തുവിനെ നാം നിക്ഷേപിച്ചു. എന്നിട്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ഖിലാഫത്ത് അതോടുകൂടി നിർത്തി. അത്രയേ ഉള്ളൂ, അത്രേ ജോലിയുള്ളൂ. പുരുഷൻ തന്റെ ശരീരത്തിലെ ബീജത്തെ അണ്ഡവുമായി ബന്ധപ്പെടാണ്ട് ഏർപ്പാടുണ്ടാക്കുക. കല്യാണം കഴിച്ചതിന്റെ പിറ്റേന്ന് തന്നെ ഭർത്താവ് തിരുവനന്തപുരത്തേക്കും പോയി, ഭാര്യ മംഗലാപുരത്തേക്കും പോയി. രണ്ട് സ്ഥലത്ത് നിന്ന് രണ്ടാമത് ദ്വാരക്ക പഠിച്ചവനെ സാലിയായ മക്കളെ തന്നെ മക്കളെ കിട്ടൂല. എന്തുകൊണ്ടാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്കൊരു സുന്നത്തുണ്ട്. സുന്നത്ത് വെച്ച് നടപടിക്രമം. എന്താണത്? പുരുഷനും സ്ത്രീയും ബീജവും അണ്ഡവും തമ്മിൽ സംയോജിക്കുന്നതിന് ഏർപ്പാടുണ്ടാക്കുക. അത് മനുഷ്യനെ അല്ലാഹു തആല ഇടപെടിപ്പിക്കലാണ് മനുഷ്യോൽപാദനത്തിൽ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? ആ ബീജത്തെ നാം അണ്ഡമാക്കി പരിവർത്തിപ്പിച്ചു. പിന്നെയുള്ള ജോലി കംപ്ലീറ്റ് അള്ളാഹുവിന്റെ സ്വന്തമാണ്. മനുഷ്യൻ അതിലൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നിർമ്മാണത്തിലൊന്നും പരിഗണിക്കുന്നില്ല. സുമ്മ ഖലഖിനൻ നുത്ഫത അലഖ. പിന്നീട് നാം ആ ബീജത്തെ ഭ്രൂണമാക്കി പരിവർത്തിപ്പിച്ചു. ഫഖലഖിനൽ അലഖത മുദ്ഗ. ഭ്രൂണത്തെ നാം മാംസപിണ്ഡമാക്കി പരിവർത്തിപ്പിച്ചു. ഫഖലഖിനൽ മുദ്ഗത ഇളാമ. മാംസപിണ്ഡത്തെ അസ്ഥികൂടങ്ങളാക്കി നാം. പിന്നെയും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്ക് ഗർഭാശയത്തിൽ മാംസപേശികളെ കൊണ്ട് അസ്ഥികൂടങ്ങളെ നാം പൊതിഞ്ഞു. നാലാമത്തെ മാസത്തോടെ ഗർഭാശയത്തിൽ ഒരു മനുഷ്യക്കുഞ്ഞിന് നാം രൂപം നൽകി. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. നിർമ്മിക്കാൻ യോഗ്യൻ അല്ലാഹു തന്നെയാണ്. നമ്മൾ ഈ പദാനുപദം മലയാളത്തിൽ അർത്ഥം വെച്ചിട്ടും കുറേയൊക്കെ ഈ മലയാളം എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കുലുമാലുള്ള ഭാഷയാണ്. അങ്ങനെ
ഖുർആന്റെയും സുന്നത്തിന്റെയും ചില പ്രയോഗങ്ങൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ ഉണ്ടായ കീറാമുട്ടി ചില്ലറയൊന്നുമല്ല. അതുകൊണ്ടാണ് ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് ലോകത്തെ ഏറ്റവും കൂടുതൽ ജഹാലത്ത് നിലനിൽക്കുന്ന നാട് കേരളമാണ്. ചിന്തിച്ചിട്ടുണ്ടോ പലപ്പോഴും? ഭൂലോകത്ത് ഇസ്ലാമിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വിവരക്കേട് നിലനിൽക്കുന്ന നാട് ഇപ്പോഴും കേരളമാണ്, ബാക്കി മുഴുവൻ ലോകത്തെ അപേക്ഷിച്ച്. പക്ഷെ നമ്മളത് സമ്മതിച്ചു കൊടുക്കൂല. അത് പിരാന്താശുപത്രി കൊണ്ടുപോയാൽ മാതിരി ഒരു പിരാന്തനോ എനിക്ക് പിരാന്തെന്ന് സമ്മതിച്ചു തരൂല. എത്ര വലിയ പിരാന്തം പറയാം, എനിക്കെന്താ സുഖം, എന്നെന്തിനാ ആവശ്യമില്ലാണ്ട് കൊണ്ടുവന്നിരിക്കുന്നത് ചോദിക്കുള്ളൂ. ഇതേ നമ്മളെ കഥ. ഇസ്ലാമിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ സ്വത്ത്, അള്ളാഹുവിന്റെ ജമ്മത്തിൽ ഏറ്റവും കൂടുതൽ സ്വത്ത് കേരളത്തിലെ ഏറ്റവും വലിയ ജമ്മിയാരാണെന്നറിയോ? അള്ളാഹുവാണ്. ഏറ്റവും കൂടുതൽ സ്വത്ത് അള്ളാഹിന്റെ പേരിലാണ് കേരളത്തിലുള്ളത്. ഒരു തളിപ്പറമ്പ് മാത്രം എടുത്തു ജുമാഅത്ത് പള്ളിന്റെ പേരിൽ ആയിരക്കണക്കിന് ഹെക്ടർ സ്ഥലമുണ്ട്, വഖഫ് സ്ഥലം. എന്നുവെച്ചാൽ അതിന്റെ ജമ്മി അല്ല. ഇത് ദുനിയാവിൽ അള്ളാഹിന്റെ പേരിൽ സ്വത്ത് വാങ്ങിക്കൂട്ടുന്ന കാര്യത്തിൽ നമ്മൾ മിടുക്കന്മാരാണ്. അതേപോലെ തന്നെ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമിന്റെ അഡ്രസ്സിൽ സിമെന്റും കമ്പിയും ഉപയോഗിച്ചിട്ടുള്ള ബിൽഡിംഗ് ഉള്ളത് നമ്മളെ നാട്ടിൽ തന്നെ. ഇതുകൊണ്ടൊന്നും ദീനാവൂല. അള്ളാഹിന്റെ പേരിൽ കുറെ സ്ഥലം വഖഫ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നതുകൊണ്ടോ 10-15 തട്ട് ബിൽഡിംഗ് സിമെന്റും കമ്പിയും ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നതുകൊണ്ടോ ഒന്നും ദീനാവൂല. ദീന് ഇൽമ അനിവാര്യമാണ്. ഞാൻ ഇൽമിനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണ് ഇൽമ എന്ന്. ആ ഇൽമ തന്നെ വേണം. എന്തെങ്കിലും ഇൽമായ ശരിയാവൂല. ജഹിലിനെ ഇൽമാക്കി മാറ്റാൻ ശരിയാവൂല. ഇൽമ തന്നെ ആയിരിക്കണം. മാ ഖാലല്ലാഹ് വമാ ഖാല റസൂലുള്ളാഹ്, അതാണ് ഇൽമ. അതിന്റെ പ്രായോഗിക രീതി ആസാറു സഹാബ, തീർന്നു. അതാണ് അതിന് ശരിയായ രീതി. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് വാക്ക് കസർത്തുകൾ നടത്തിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കവഞ്ഞ് ദീൻ എന്താണെന്ന് വ്യക്തമായ രീതിയിൽ ഒരു സമാധാനത്തോടുകൂടി പറഞ്ഞു കൊടുക്കാൻ കേരളക്കാരെ നമ്മളെ കൊണ്ട് കഴിയില്ല. ആലിമികളെ കൊണ്ടും കഴിയില്ല, ഉമറാക്കളെ കൊണ്ടും കഴിയില്ല. അതിന്റെ ദുരിതവും അതിന്റെ ഈറ്റുനോവും പേറ്റുനോവും ഒക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഇനി അങ്ങോട്ടും ഒന്നും തീരുന്ന പ്രശ്നവുമില്ല. നമ്മൾ സ്വയം അവനവൻ തീർത്താൻ മെനക്കെട്ടാറല്ലാതെ എവിടെന്നെങ്കിലും തീർന്നു വരും. ഡൽഹിന്നോ തിരുവനന്തപുരത്തുനിന്നോ തീർന്നു വരും എന്നുള്ള പ്രതീക്ഷയൊന്നും ആരും നിൽക്കണ്ട. എല്ലാവരും അവനവൻ സ്വയം തീർത്തോളാം. എന്താ വേണ്ടത്, എന്താ വേണ്ടാത്തത്, അത്രയോ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ ഇടപെടലുകളെ സംബന്ധിച്ച് വിശദീകരിച്ച എന്ന കാര്യമാണ് ഈ പറഞ്ഞത്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, വനുഖിറു ഫിൽ അർഹാമി മാ നശാഉ ഇലാ അജലിൻ മുസമ്മാ, ഒരു നിശ്ചിത കാലയളവ് ഗർഭാശയത്തിൽ ഞാൻ ഈ കുഞ്ഞിനെ താമസിപ്പിക്കുന്നു. അല്ലാഹു പറയാ. എന്നിട്ട് സുമ്മനുഖിരിജുകും തിഫ്ലാ, ഒരു മനുഷ്യക്കുഞ്ഞായിട്ട് നാം ഒരു കൃത്യസമയത്ത് അവനെ ഭൂമിയിലേക്ക് കൊണ്ടുവരികയും ആണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ നിർമ്മിക്കുന്ന കാര്യത്തിൽ, ഒരു മനുഷ്യക്കുഞ്ഞിനെ നിർമ്മിക്കുന്ന കാര്യത്തിൽ മനുഷ്യന്റെ ഇടപെടലുകളെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഇത്രയും ഭാഗമാണ്. ഇതിനെ അല്ലാഹു തആല ഘടിച്ചുകൊണ്ട് വേറൊരു കാര്യം ചെയ്തു. മനുഷ്യരായ നിങ്ങൾ ആരും വിചാരിച്ചു പോകരുത്, ഒരു മനുഷ്യനെ നിർമ്മിക്കാൻ ഒരു പുരുഷന്റെ ബീജവും ഒരു സ്ത്രീയുടെ അണ്ഡവും അള്ളാഹ്ക്ക് അനിവാര്യമാണ്, നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത് എന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹു തആല എന്ത് ചെയ്തു? ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ നിർമ്മിച്ചു. ബഹുമാനപ്പെട്ട ആദം നബിനെ നിർമ്മിച്ചിട്ട് ആദം നബി ഭൂമിയിലേക്ക് വന്നിട്ട് കൃത്യം 10,000 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ മറിയം പ്രസവിക്കുന്നത്. 10,000 കൊല്ലം കഴിഞ്ഞിട്ട്. 10,000 കൊല്ലവും അല്ലാഹു തആല ഈ വിഷയത്തിൽ ഒരേ പ്രൊസീജിയർ നിലനിർത്തി, ഒരേ സുന്നത്ത്, ഒരേ നടപടിക്രമം. എന്താണത്? പുരുഷൻ തന്റെ ബീജത്തെ സ്ത്രീയുടെ അണ്ഡവുമായി ബന്ധിപ്പിക്കുക, സ്ത്രീ തന്റെ അണ്ഡവുമായി ബന്ധിപ്പിക്കാൻ പുരുഷൻ അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഈ 2 ജോലി നിലനിർത്തിക്കൊണ്ട് മനുഷ്യന്റെ പ്രത്യുൽപാദനം അല്ലാഹു തആല തുടർത്തി. എന്നിട്ട് അല്ലാഹു തആല ഇടക്കൊന്ന് അത് നിർത്തിവെച്ചു. എന്നിട്ട് അല്ലാഹു തആല ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചു. അതെ, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നിർമ്മാണത്തിൽ ഒരു പുരുഷന്റെ ബീജത്തെ അല്ലാഹു ഉപയോഗിച്ചിട്ടില്ല, ഒരു സ്ത്രീയുടെ അണ്ഡത്തെയും അല്ലാഹു ഉപയോഗിച്ചിട്ടില്ല. ഇത് രണ്ടും ഇല്ലാതെ അല്ലാഹു തആല ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ നിർമ്മിച്ചത്. എന്തിനാണത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പിറകെ വരുന്ന എനിക്കും നിങ്ങൾക്കും ബോധ്യപ്പെടുത്തി തരാൻ. പുരുഷന്റെയും സ്ത്രീയുടെയും സാന്നിധ്യം ഒരു മനുഷ്യ നിർമ്മാണത്തിന് അള്ളാഹ്ക്ക് ഷർത്താണ് എന്ന് തെറ്റിദ്ധരിച്ചു പോകാതിരിക്കാൻ, എന്നല്ലാതെ അള്ളാഹിന്റെ മോനാക്കാനല്ല. ക്രിസ്ത്യാനികൾ അങ്ങനെ ധരിച്ചു. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ടൊരു ബഹുമാനം ഇവയിലൊരു കൊടുത്തു. എന്നിട്ട് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹിന്റെ മോനായതുകൊണ്ട് ആ പ്രത്യേകത അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മയും ബാപ്പയും ഇല്ലാതെ ആദമിനെ നിർമ്മിച്ചു. ബാപ്പാന്റെ സ്ഥാനത്ത് ആദമിനെ നിർത്തിക്കൊണ്ട് ഉമ്മയില്ലാതെ ഹവ്വാനെ നിർമ്മിച്ചു. അത് കഴിഞ്ഞിട്ട് ഉമ്മാനെയും ബാപ്പാനെയും ഉപയോഗിച്ചുകൊണ്ട് ബാക്കിയുള്ള മനുഷ്യനെ നിർമ്മിച്ചു. ഇനി ഒരു വഴി ബാക്കിയുണ്ട്. എന്താണത്? ഉമ്മാന്റെ സ്ഥാനത്ത് ആരുമില്ല, ഉപ്പാന്റെ സ്ഥാനത്ത് ആരുമില്ല, ഉമ്മാന്റെ സ്ഥാനത്ത് മറിയമുണ്ട്. ആ രീതിയിൽ നിർമ്മിച്ചു. അങ്ങനെ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം നിർമ്മാണം പൂർത്തിയായി. അതൊരു വലിയ ആയത്തായിട്ടുള്ള അല്ലാഹു തആല പറഞ്ഞ അങ്ങനെയാ. വദ്കുർ ഫിൽ കിതാബി മറിയം
ഇദിം തബദത് മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയാ ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബാ ഫഅർസൽനാ ഇലൈഹാ റൂഹനാ ഫതമസ്സല ലഹാ ബശറൻ സവിയാ. എന്തൊരു രസമായിട്ടാണ് അല്ലാഹു തആല നമുക്ക് വിശദീകരിച്ചു തരുന്നത്. നജ്ജാശി രാജാവിന്റെ അടുത്തേക്ക് പോയല്ലോ. ആര്? അബ്സീനിയയിലേക്ക് സഹാബാക്കളെ സംഘം പോയി. അബ്സീനിയയിൽ നജ്ജാശി രാജാവ് ചോദിച്ച പല ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യത്തിന് ഒരു ചോദ്യം ഇതാണ്: ഈസ മറിയമിന്റെ മകൻ യേശുവിനെ പറ്റി നിങ്ങൾ എന്താണ്, നിങ്ങളെ അഭിപ്രായം എന്താണ്, നിങ്ങളെ പ്രവാചകന്റെ അഭിപ്രായം എന്താണ്? സുന്ദരമായിട്ട് ഓതി കൊടുത്തില്ലേ? മറിയം. ഏത് ക്രിസ്ത്യാനിക്കാ സമ്മതിച്ചേരണ്ടിരിക്കാൻ പറ്റുക? മർക്കട മുഷ്ടിയുള്ള ക്രിസ്ത്യാനിക്കല്ലാതെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു മറിയമിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്ന വിഷയം എന്താണ്? അല്ലാഹു തആല ചിലപ്പോൾ അവന്റെ സുന്നത്ത് മാറ്റിവെച്ചിട്ട് അവന്റെ മുത്തലക്കായ ഖുദ്റത്ത് പ്രയോഗിക്കും. ഇതെന്തിനാ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്? ഖിയാമത്ത് നാൾ വരെ അല്ലാഹുവിന്റെ ഇടപെടൽ ഈ ഭൂമിയിൽ അങ്ങനെയായിരിക്കും. അതായിരിക്കണം നിങ്ങളെ തൗഹീദിന്റെ സത്ത. തൗഹീദിന്റെ സത്ത അതായിരിക്കണം. അല്ലാഹുവിന്റെ ഇടപെടലുകളെ, ദൈനംദിന ജീവിതത്തിൽ അല്ലാഹുവിന്റെ ഇടപെടലുകളെ അനുകൂലമാക്കിയെടുക്കുക. ഇതാണ് തൗഹീദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാം പലപ്പോഴും പറയാനുണ്ട്, തൗഹീദ് പ്രസംഗിക്കാനുള്ള വിഷയമല്ല, റിസർച്ച് ചെയ്യാനുള്ള വിഷയമല്ല, ഒരു ഗവേഷണ പഠനമല്ല തൗഹീദ്. തൗഹീദ് എന്നത് എഴുതാനും വായിക്കാനും മാത്രമുള്ളതല്ല. തൗഹീദ് എന്നത് അല്ലാഹുവിന്റെ വഹദാനിയത്ത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ തന്റെ ദൈനംദിന ജീവിതത്തിൽ പൂർണ്ണമായ രീതിയിൽ അല്ലാഹുവിനെ ഇടപെടിപ്പിക്കുന്നതിന്റെ പേരാണ് തൗഹീദ്. ശിർക്കോ അല്ലാഹു അല്ലാത്തവരെ ഇടപെടിപ്പിക്കുന്നതിന്റെ പേരാണ് ശിർക്ക്. അതാണ് അതിന്റെ മൂല്യം. പിന്നെ തൗഹീദിന്റെയും റിസാലത്തിന്റെയും ഫിഖ് പറഞ്ഞിട്ട് മനുഷ്യനെ കൊളാക്കണ്ട. അല്ലെങ്കിൽ തന്നെ ജനാബത്തിന്റെ അഹ്ലിന്റെയും നിഫാസിന്റെയും മസല പറഞ്ഞ് കൊളായി കിടക്കുക. തൗഹീദിനെയും കൂടി മസല പറയാൻ വേണ്ടി വെച്ചാൽ പിന്നെ കുളത്തിന്റെ മേലെ കുളം അല്ലേ സംഭവം? നമ്മൾ തന്നെ പലപ്പോഴും പറഞ്ഞതാണല്ലോ, ഈ രീതികൾ കൊളാക്കേണ്ട ആവശ്യമില്ല. അള്ളാഹു റസൂൽ ഇക്കാര്യത്തിൽ എന്താണോ പറഞ്ഞത് അവിടെ നിന്നാ മതി. അതിന്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇത് ആകെ കൊളാവും. ഇതാണ് അമാലി വിഷയത്തിൽ ഫിഖ്ഹി സംരംഭത്തിലൂടെ നാം കണ്ടത്. കാലാകാലങ്ങളിലായി ഇമാമിങ്ങൾക്ക് ശേഷം ആ ഇമാമിങ്ങളെ ഫോളോ ചെയ്യുന്ന പണ്ഡിതന്മാർ അവരുടേതായ ശൈഖുമാരുടെയും ഇമാമിങ്ങളുടെയും വാദഗതികളെ സ്ഥാപിക്കാൻ വേണ്ടി നടത്തിയ പരിവേഷങ്ങൾ ചില്ലറയല്ല. അതിന്റെ പേരിൽ ഈ ഉമ്മത്ത് അനുഭവിക്കേണ്ടി വന്ന ദുരിതവും ചില്ലറയല്ല. അതിൽ നിന്ന് വീണ്ടും അള്ളാഹുവിന്റെ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കും മടങ്ങുക എന്ന സൗഭാഗ്യം അള്ളാഹു തിരിച്ചു തന്നത് അള്ളാഹുവിന്റെ ഹിഫാദത്തിന്റെ പവറാണ്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ലോകാവസാനം വരെ ഇത് നിലനിൽക്കും. അതിന് അള്ളാഹു ആവശ്യമുള്ള യോഗ്യന്മാരെ തിരഞ്ഞെടുക്കും. അത് പൂർവികന്മാരങ്ങനെ കഴിഞ്ഞുപോയി, ഇനി അള്ളാഹ് തിരഞ്ഞെടുക്കൂല നമുക്ക് ഈ വാക്കിന്റെ അർത്ഥത്തിൽ വെച്ചാൽ പറ്റൂല. എല്ലാ കാലഘട്ടത്തിനും ഇമാം ഷാഫിമാരെ അള്ളാഹു തിരഞ്ഞെടുക്കും, ഇമാം നബവിമാരെ തിരഞ്ഞെടുക്കും, ഇമാം അബൂ ഹനീഫമാരെ തിരഞ്ഞെടുക്കും, ഇമാം അഹ്മദ് ബിൻ ഹംബൽമാരെ തിരഞ്ഞെടുക്കും അല്ലാഹു തആല. അത് അല്ലാഹു തആല പറഞ്ഞ വഅദയാ. ഇന്നാ ലഹു ലഹാഫിളൂൻ. ഇത് ഞാൻ സൂക്ഷിക്കും ഖിയാമത്ത് നാൾ വരെ. അതിന് യോഗ്യരായവരെ കൊണ്ടുവരാൻ അല്ലാഹു തആലക്ക് കഴിയും. നൂറ്റാണ്ടുകളോളം നാം ഈ രീതിയിൽ ഹൈലിന്റെയും നിഫാസിന്റെയും ജനാബത്തിന്റെയും മസല കടുകീറി കണക്ക് പറഞ്ഞിട്ട് പേജുകളോളം ഗ്രന്ഥങ്ങൾ എഴുതിയ സമുദായം ഏതാണ്ട് ഒരു 17-18 നൂറ്റാണ്ടാകുമ്പോഴേക്ക് ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങി ദീനുൽ ഇസ്ലാമിന്റെ ഒറിജിനാലിറ്റി വരും കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് വീണ്ടും കാണിച്ചു കൊടുത്തില്ലേ? അതിന്റെ സ്വാദനം ഒഴിച്ചവരല്ലേ നമ്മൾ. എന്നിട്ടും നാം കടുകീറിയ മസലയിലേക്ക് തിരിച്ചു പോയാൽ എന്താ സംഭവിക്കുക? മധ്യകാലഘട്ടത്തിൽ ഹൈദുൻ നിഫാസും കടുകീറിയത് പോലെ നാം ഭൗതികവും അഭൗതികവും കടുകീറിയാൽ ഈ ഉമ്മത്തിന്റെ അവസ്ഥ എന്താകും? മധ്യകാലഘട്ടത്തിൽ ഫിഖീ വിഷയത്തിൽ എന്തായോ അതെന്നെ ഈ ഉമ്മത്തിന് ഗതി കൊള്ളും. ആ ഗതിയാണ് ഇപ്പോൾ ഉള്ളത്. അതാണ് ഇപ്പോഴുള്ള ഈ സമുദായത്തിന്. ആ അവസ്ഥ മാറണം. ആ അവസ്ഥ മാറാനുള്ള വഴി എന്താണ്? തൗഹീദിന്റെ സ്പിരിറ്റ് ഉൾക്കൊള്ളുക എന്നതാണ്. ആര്? ആദ്യമായി പറയുന്ന ഞാൻ. സംഗതി ക്ലിയറായി. പറയുന്ന ഞാൻ ആദ്യമായിട്ടൊരു മുവഹിദായ പ്രശ്നം തീർന്നു. രണ്ടാമത് ഞാൻ ശ്രദ്ധിക്കേണ്ട വിഷയം, നിങ്ങളെ മുവഹിദാക്കാൻ ഞാൻ എന്റെ സാമർഥ്യം ചെലവാക്കാതിരിക്കുക. ചെലവാക്കാന്നല്ല ഞാൻ പറഞ്ഞത്, ചെലവാക്കാതിരിക്കുക. ഒരു ദായിയുടെ രണ്ടാമത്തെ ജോലി എന്താണ്? ഒന്നാമത്തെ ജോലി ആ ദായി സ്വയം മുവഹിദാകുക. രണ്ടാമത്തെ ജോലി മറ്റുള്ളവരെ മുവഹിദാക്കാൻ പരിശ്രമിക്കാതിരിക്കുക. പിന്നെ എന്താ ചെയ്യേണ്ടുള്ളൂ? കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അള്ളാഹിനോട് ദുആ ചെയ്താൽ മാത്രം മതി. തൗഹീദ് അടിച്ചേൽപ്പിക്കാൻ പറ്റുന്ന ഒരു ജോലിയല്ല. തൗഹീദ് അടിച്ചേൽപ്പിക്കാൻ പറ്റുന്ന ഒരു ജോലിയല്ല. ഹിദായത്ത് അടിച്ചേൽപ്പിക്കാൻ പറ്റുന്ന പ്രശ്നമേ ഇല്ല.
കാരണം അല്ലാഹു തആല ഔദാര്യമായിട്ട് നൽകേണ്ട ഒരു ഗുണമാണത്. അതാ പിന്നെ ആരെ കൊണ്ടാണ് അടിച്ചേൽപ്പിക്കാൻ പറ്റുക? അള്ളാഹു ഔദാര്യമായി നൽകിയ ഗുണത്തെ പരിപോഷിപ്പിക്കലാണ് ദായിയുടെ ജോലി. ദായിയുടെ ജോലി ഒരാൾക്ക് ഹിദായത്ത് കൊടുക്കലല്ല, അള്ളാഹ് ഹിദായത്ത് കൊടുത്തവർക്ക് ഇസ്തിഖാമത്തിന് വേണ്ടി തർബിയത്ത് കൊടുക്കലാണ് ദായിയുടെ ജോലി. അന്നുബുവ്വത്തു ലിത്തർബിയ വറിസാലത്തു ലിദ്ദഅവ. നുബുവത്ത് തർബിയത്തിന് വേണ്ടിയുള്ളതാണ്, റിസാലത്ത് ദഅവത്തിന് വേണ്ടിയുള്ളതാണ്. തർബിയത്ത് മുഅ്മിനീങ്ങൾക്കാണ്, ദഅവത്ത് ആമത്തുന്നാസിനാണ്. എന്താണ് ദഅവ? അല്ലാഹനെ പറ്റി അല്ലാഹ് എന്തു പറഞ്ഞോ, അല്ലാഹനെ പറ്റി അല്ലാഹന്റെ റസൂൽ എന്തു പറഞ്ഞോ അത് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കലാണ് ദഅവ. നമ്മളെ ബുദ്ധിയും നമ്മളെ ഗവേഷണവും നമ്മളെ ചിന്തയും പറഞ്ഞു കൊടുക്കലല്ല ദഅവത്ത്. ദഅവത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദഅവത്തു ഇലല്ലാഹ് എന്താണ് ഇതിന്റെ മഅന? അല്ലാഹനെ പറ്റി അല്ലാഹ് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ വെള്ളം ചേർക്കാതെ അത് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുക. അള്ളാഹിനെ പറ്റി അള്ളാന്റെ റസൂൽ എന്തൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടോ അതും വെള്ളം ചേർക്കാതെ പറഞ്ഞു കൊടുക്കുക. ആധുനിക ലോകത്ത് പറയാൻ പറ്റുമോ? ആധുനിക ലോകത്ത് ബുദ്ധി സമ്മതിക്കുമോ? ഇതൊന്നും ചിന്തിക്കേണ്ട ഉത്തരവാദിത്വം ദായിക്കില്ല. ദായിയെ ഏൽപ്പിച്ച ജോലി എന്താണ്? പ്രവാചകന്മാരെ എന്താണോ ഏൽപ്പിച്ചത് അത് മാത്രമാണ് ദായിയെ ഏൽപ്പിച്ച ജോലി. അതിൽ കവിഞ്ഞ് വേറെ ഒരു ഉത്തരവാദിത്വവും ദായിക്കില്ല. നാളെ അല്ലാഹു തആല നൂഹ് നബിയോട് ചോദിക്കുകയില്ല, നൂഹ് 950 കൊല്ലം നിനക്കൊരു ജോലി ഏൽപ്പിച്ചിട്ട് എത്ര പേര് നിന്റെ കൂട്ടത്തിലുണ്ടായി? 72 പേരോ? എന്താ നീ ചെയ്തത് ഈ 950 കൊല്ലം? ഇല്ല, വല്ലാഹി അല്ലാഹു ചോദിക്കുകയില്ല നൂഹ് നബിയോട്. 950 കൊല്ലം മെനക്കെട്ടിട്ട് നീ 22 ആളെയും കൊണ്ടാണോ വന്നിരിക്കുന്നത്? അല്ലാഹു ചോദിക്കൂല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ഖലീല. ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്താകുന്ന സന്ദർഭത്തിൽ എത്ര പേരാ ഉള്ളത്? ചരിത്രത്തിൽ അറിയപ്പെട്ടത് വെറും 5 പേര്. ഇബ്രാഹിം നബിന്റെ ഒന്നിച്ച് ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാക്ക്, ആജറ, സാറ. ഞാനും എന്റെ തട്ടാത്തി എന്ന് പറഞ്ഞ മാതിരി ആകെ 5 ആള്. വേറെ ചരിത്രത്തിൽ ഒരൊറ്റ മൂമിന് പോലും ഇബ്രാഹിം നബിന്റെ കൂട്ടത്തിലില്ല. അറിയപ്പെട്ട ഒരു മൂമിനെ പോലും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ പരിചയപ്പെടുത്തിരുന്നില്ല അല്ലാഹു തആല, ഈ 5 പേരെ അല്ലാതെ. നാളെ ആഖിറത്തിൽ നിന്നെ ഞാൻ ഖലീലാക്കിയില്ലേ, നിന്നെ ഞാൻ കൂട്ടുകാരനാക്കിയില്ലേ, നീ 5 ആളെയും കൊണ്ടാണ് വന്നിരിക്കുന്നത്? വല്ലാഹി ഇബ്രാഹിം നബിയോട് അല്ലാഹു തആല ചോദിക്കൂല. കാരണം ഇബ്രാഹിം നബിന്റെ ഉത്തരവാദിത്തപ്പെട്ടതല്ല അത്. അതേ അവസരത്തിൽ പറഞ്ഞു, ഓരോ നബിമാരുടെ ഉമ്മത്തിനെയും എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് മിഅ്റാജിന്റെ രാത്രിയിൽ. ഭൂരിപക്ഷ നബിമാരും നടന്നുപോയി. ഒരാളും ആ നബിമാരൊന്നിച്ചില്ല. അത് നബിമാര് തനിച്ചാണ് പോയത്. ഒന്നോ രണ്ടോ നബിമാർ, അവരെ കൂട്ടത്തിൽ ഒരു റഹ്ത്ത് 9-10 കുടവുള്ള ആൾക്കാർ മാത്രമാണ് ഉണ്ടായത്. ചില നബിമാർ ഒന്നിച്ച് 2 ആള് 3 ആളാണ് ഉണ്ടായത്. ഭൂരിപക്ഷത്തിന്റെ പിറകിൽ ആരുമില്ല. അപ്പോഴാണ് ഒരാൾക്കൂട്ടം വന്നത്. അയാൾക്കൂട്ടം എന്റെ ഉമ്മത്താണെന്ന് എനിക്ക് തോന്നി. അപ്പൊ ജിബ്രീൽ പറഞ്ഞു, അല്ല, ഹാദിഹി ഉമ്മത്തു മൂസ, ഇത് മൂസാ നബിന്റെ ഉമ്മത്താണെന്ന് പറഞ്ഞു. പിന്നീടാണ് ചക്രവാളം മുട്ടേ ഒരു സമൂഹം കൊണ്ടുവന്നത്. ആ സമൂഹം നിന്റെ ഉമ്മത്താണ് മുഹമ്മദേ എന്ന് എന്നോട് ജിബ്രീൽ പറഞ്ഞു. ആ സമൂഹം ചക്രവാളത്തിൽ മുട്ടി നിൽക്കിയ ആൾക്കാരുണ്ട്. പക്ഷെ അതിൽ 70,000 പേര് മാത്രമേ സ്വർഗത്തിലേക്ക് പോവുള്ളൂ. ബിലാ ഹിസാബിൻ വലാ അദാബ്. ഹിസാബും അദാബും ഇല്ലാണ്ട് അതിൽ 70,000 മാത്രമേ അള്ളാഹ് സെലക്ട് ചെയ്യുള്ളൂ എന്നും പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ. എന്ന് വെച്ചാൽ വളരെ ചെറിയ ന്യൂനപക്ഷം വരുന്ന സമൂഹമാണ് മുവഹിദുകൾ. വളരെ ചെറിയ ന്യൂനപക്ഷം വരുന്ന സമൂഹമാണ് മുവഹിദുകൾ. അത്രേ അള്ളാഹു ഉദ്ദേശിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അള്ളാഹു, എന്റെ ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, ദൈനംദിന ജീവിതത്തിൽ അള്ളാഹുവിന്റെ ഇടപെടലുകളെ കാത്തിരിക്കുന്ന ഒരു സമൂഹം, അതാണ് അള്ളാഹു തആല തൗഹീദിലൂടെ ഉദ്ദേശിക്കുന്നത് ഭൂമിയിൽ.
ആലോചിക്കാത്ത എന്താണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സ്നേഹിതന്മാരെ? എന്തിനാണ് അല്ലാഹു തആല യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തത്? എന്തിനാണത്? അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, ഓ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് നല്ലൊരു കഥ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് നല്ലൊരു ചരിത്രം ഞാൻ പറഞ്ഞുതരാം, നിങ്ങളെ ബേജാറൊക്കെ തീരും. എപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങൾക്ക് സൂറത്ത് യൂസുഫ് ഇറങ്ങുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടുംബക്കാരെ ഒറ്റപ്പെടുത്തി, ബന്ധുക്കളെ ഒറ്റപ്പെടുത്തി, ഖദീജ വഫാത്തായി, അബൂ താലിബ് മരിച്ചുപോയി, വേണ്ടപ്പെട്ടവരെല്ലാം എതിരാളികൾ, സ്വന്തക്കാർ മുഴുവനും ശത്രുക്കൾ, അബൂലഹബ് അടക്കം. മോനെ എന്ന് വിളിക്കേണ്ടവരാരും ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖിനില്ല. എന്തു പറ്റി മോനെ എന്ന് ചോദിക്കാൻ ഒരു ജ്യേഷ്ഠൻ അഷ്റഫുൽ ഖൽഖിനില്ല. എന്തു പറ്റി മോനെ എന്ന് ചോദിക്കാൻ ഒരു പെങ്ങളില്ല, ഒരു ഉമ്മയില്ല, ഒരു ഇളയമ്മയോ മൂത്തമ്മയോ അതും ഇല്ല, ആരുമില്ല. സുഹൃത്തുക്കൾ പഠിച്ചിട്ടുണ്ട് റസൂൽ തങ്ങളുടെ ഖുസൂസിയത്തിനെ സംബന്ധിച്ച്? അത് പഠിക്കണം. അത് മുഹമ്മദുർ റസൂലുള്ളാഹ് പറയുമ്പോൾ പറയേണ്ട വിഷയമാണ്. മുഹമ്മദ് റസൂലുള്ളാഹ് രണ്ട് പാർട്ടാണ്, ഒന്ന് മുഹമ്മദ്, മറ്റേത് റസൂലുള്ളാഹ്. ആദ്യം മുഹമ്മദ് ആരാണെന്ന് പഠിക്കണം, എന്നാലേ റസൂലുള്ളാഹിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. മുഹമ്മദ് ആരാണെന്ന് പഠിക്കാതെ റസൂലുള്ളാഹിലേക്ക് പറഞ്ഞാൽ പുരാണം വായിച്ചതുപോലെ ഉണ്ടാവുള്ളൂ. വേറെ വിഷയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാനസികമായി നൊന്ത് കഴിഞ്ഞുകൂടുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അയച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നത്, ഓ മുഹമ്മദ്, നിന്റെ ഒരു സഹോദരൻ ഇതിനു മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്, ആ സഹോദരന്റെ ചരിത്രം ഞാൻ പറഞ്ഞുതരാം. എന്താണ് ആ സഹോദരന്റെ ചരിത്രം? അതേ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ഇടപെടലുകളെ ദൈനംദിനം കാത്തിരിക്കുക എന്നത് പ്രവാചകന്മാർക്ക് കൊടുത്ത തർബിയത്താണ്. അതാണ് തൗഹീദിനോട് ഉദ്ദേശിക്കുന്നത് അല്ലാഹു തആല. പ്രസംഗിക്കലല്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, സമൂഹത്തിന്റെ കാര്യത്തിലല്ല, ലോകത്തിന്റെ കാര്യത്തിലും അല്ല, ഞാൻ എന്റെ കാര്യത്തിൽ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കാര്യത്തിൽ, അന്നു നടക്കുന്ന കാര്യത്തിൽ അള്ളാഹുവിനെ ഇടപെടിപ്പിക്കാനുള്ള പരിശീലനമാണ് തൗഹീദ്. അതിനാണ് അല്ലാഹു തആല സ്വർഗം നൽകാമെന്നേറ്റിരിക്കുന്നത്. അതിനാണ് സ്വർഗം നൽകാമെന്നേറ്റിരിക്കുന്നത്. ബഹുമാനപ്പെട്ട യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇത്രയും കടുകടുത്ത പരീക്ഷണം, 70 കൊല്ലക്കാലം ഇത്രയും കടുത്ത പരീക്ഷണത്തിന് വിധേയമാക്കാൻ കാരണം എന്താ? അള്ളാഹുവിന്റെയും യാക്കൂബിന്റെയും ഇടയിൽ യൂസുഫ് കടന്നു വന്നിട്ടുണ്ടെന്ന് അല്ലാഹു തആലക്ക് ബോധ്യപ്പെട്ടപ്പോൾ ആ യൂസുഫിനെ കൊണ്ട് യാക്കൂബിനെ ഒന്ന് പഠിപ്പിക്കണമെന്ന് അല്ലാഹു തീരുമാനിച്ചു. ആ പഠിപ്പിക്കൽ തുടർന്നു. ബഹുമാനപ്പെട്ട യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാര്യത്തിൽ യാക്കൂബ് അത് പറയുകയും ചെയ്തു. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു ബാപ്പാനോട്, യാ അബതി ഇന്നി റഅയ്തു 11 കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലി സാജിദീൻ. ബാപ്പാ, 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എനിക്ക് സ്വപ്നം കാണുന്നതായിട്ട് ഞാൻ കിനാവ് കണ്ടിരിക്കുന്നു എന്ന്. ആ സന്ദർഭത്തിൽ ബാപ്പ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ലാ തഖ്സുസ് റുഇയാക അലാ ഇഖ്വതിക്. നീ നിന്റെ സഹോദരങ്ങളോട് ഒന്നും പറയണ്ട, അവർ നിന്നെ വല്ല ചതിയിലും അകപ്പെടുത്തിക്കളയും. എന്നിട്ട് ജ്യേഷ്ഠന്മാര് മറ്റൊരവസരത്തിൽ വന്നിട്ട് ചോദിച്ചു, ബാപ്പ, യൂസുഫിന് ഞങ്ങളോടൊപ്പം കനാന്റെ താഴ്വരയിലേക്ക് കളിക്കാൻ വരാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അടച്ചുപൂട്ടി വെച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും അവനെ ഞങ്ങളൊന്ന് ചയച്ചു തരണം. ആ സമയത്ത് യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞൊരു വാക്ക് പരിശുദ്ധ ഖുർആന്റെ വചനത്തിൽ കാണാം. എന്താണ് യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്? എനിക്ക് ആ വിഷയത്തിൽ ഭയങ്കര ബേജാറുണ്ട്. ഇന്നി അഖാഫു അൻ യഅകുലഹു ദീബ്. ചെന്നായ എന്റെ മോനെ തിന്നുകളയുമെന്ന് ഞാൻ പേടിക്കുന്നു. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു മഖ്ലൂഖായ ചെന്നായെ പേടിക്കേണ്ട ആവശ്യം ബഹുമാനപ്പെട്ട യാക്കൂബ് നബിക്കില്ല. ഏൽപ്പിക്കേണ്ടവനെ ഏൽപ്പിക്കാമായിരുന്നു. ഫഅലല്ലാഹി ഫല്യതവക്കലിൽ മുതവക്കിലൂൻ. ബഹുമാനപ്പെട്ട യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാര്യത്തിൽ പൂർണ്ണമായി അള്ളാഹുവിനെ കാണാമായിരുന്നു. പിറകെ വരുന്നവർക്ക് പഠിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തത്, യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ വാക്ക്, ഞാൻ ചെന്നായെ പേടിക്കുന്നു, എന്റെ മോനെ ചെന്നായ തിന്നേക്കുന്ന് ഞാൻ പേടിക്കുന്നു, അതുകൊണ്ട് ഞാൻ മോനെ വിട്ടുതരുകയില്ല എന്ന്. എന്താണ് അല്ലാഹു തആല ചെയ്തത്? യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിൽ നിന്ന് യൂസുഫിനെ അടർത്തി മാറ്റി അല്ലാഹ്. വ്യത്യസ്ത ഘട്ടങ്ങൾ കടന്ന് തരണങ്ങൾ ചെയ്ത്, വ്യത്യസ്ത രംഗങ്ങൾ തരണം ചെയ്ത് അവസാനം 70-ാമത്തെ വയസ്സിൽ, 60-ാമത്തെയും 70-ാമത്തെയും വയസ്സിന്റെ ഇടയിൽ ഈജിപ്തിലെ ഭക്ഷ്യമന്ത്രിയായിട്ട് സ്ഥാനമേറ്റപ്പോൾ പിന്നെ നടന്ന സംഭവങ്ങൾ ചരിത്രം വായിക്കാൻ നിങ്ങൾക്ക് അറിയുമായിരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫിനെ തിരിച്ചു കൊടുത്തുകൊണ്ട് യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ വാക്കെന്താ? ഓ യാക്കൂബ്, എന്നെ ഏൽപ്പിക്കാമായിരുന്നു മോനെ, ചെന്നായെ പേടിച്ചിട്ട് രക്ഷപ്പെടില്ലായിരുന്നു എന്ന്. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനുള്ള സ്നേഹം അള്ളാന്റെയും യാക്കൂബിന്റെയും ഇടയിൽ തടസ്സം നിൽക്കുന്നുണ്ട് എന്ന് അല്ലാഹു തആലക്ക് മനസ്സിലായപ്പോൾ അല്ലാഹു തആല യൂസുഫിനെ യാക്കൂബിൽ നിന്ന് മാറ്റി. ഇതിന് അള്ളാന്റെയും യാക്കൂബിന്റെയും ഇടയിൽ പോലെ ഒന്നും വരുന്ന അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, എന്റെ പൊന്നുമോൻ ഇബ്രാഹിം ഇസ്മായിൽ, റബ്ബി ഹബിലി മിനസ് സാലിഹീൻ, എനിക്ക് സാലിഹായ ഒരു മോനെ ഓശാരമായിട്ട് താ അല്ലാഹ്.
അള്ളാഹു തല കൊടുത്തു. സാലിഹായ ഒരു മോനെ, ഹലീമായ ഒരു മോനെ. നിലത്ത് വെച്ചാൽ ഉറുമ്പിരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കും എന്ന രീതിയിൽ ഹാജറ കൊണ്ടു നടന്നു ആ മോനെ. വ്യക്തമായ ഒരു അനന്തരാവകാശിയെ കിട്ടിയെന്ന സന്തോഷമായി ഇബ്രാഹിമിന്. അള്ളാഹുവിന്റെയും ഇബ്രാഹിമിന്റെയും ഇടയിൽ ഇസ്മായിൽ ഒരു തടസ്സക്കാരനായിട്ട് വരുന്നുണ്ട്. തീർച്ചയായിട്ടും വെച്ചൂടാ, ഇബ്രാഹിം മോനെ അറുക്കണം. അങ്ങനെ ഒരാൾ വേണ്ട. അല്ല, അനന്തരാവകാശം അങ്ങനെ ഒരു ആൽസ വേണ്ട. ഇബ്രാഹിം നിനക്ക് ഞാൻ മാത്രം, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. അങ്ങനെ ആരിലും ആശ്രയത്വം വേണ്ട ഇബ്രാഹിം. അങ്ങനെ മോൻ വളർന്നാൽ നല്ല സന്തോഷമാണ്, സുഖമാണ്. ഞാൻ ഈ ചെയ്യുന്ന ജോലിയല്ല എൻ്റെ മോൻ ചെയ്തോളും. ഞാൻ മരിക്കാൻ പോകുക, ദഅവത്തിന്റെ ജോലിയൊക്കെ ഇസ്മായിൽ ചെയ്തോളും. അതിന് പൊന്നു മോൻ നല്ല മോനാണ്, കുടുംബത്തിൽ അന്തസ്സുള്ള മോനാണ്. ആ ആശ്രയത്വമൊന്നും വേണ്ട ഇബ്രാഹിം. അങ്ങനെ എന്റെയും നിന്റെ ഇടയിൽ വേറെ ആരെയും നീ കാണണ്ട, അള്ളാഹുവിനെ മാത്രം കണ്ടാൽ മതി. ഇസ്മായിൽ നിനക്കൊരു തടസ്സമാണെങ്കിൽ ഇസ്മായിലിനെ ഒഴിവാക്കിയേക്ക്, അറുത്തുകൾ. എന്താ എന്തിനർപ്പിച്ച്? അള്ളാഹു തആല രക്തദാഹിയല്ല, അള്ളാഹു മാംസദാഹിയുമല്ല. ഇസ്മായിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഇറച്ചി കൊണ്ട് അള്ളാഹ് ഒന്നും നേടാനില്ല, ഇസ്മായിലിന്റെ രക്തം കൊണ്ട് അള്ളാഹ് ഒന്നും നേടാനില്ല. പക്ഷെ അള്ളാഹു തആലക്ക് ഒരു കാര്യമുണ്ട്, ഇബ്രാഹിമിന്റെയും അള്ളാഹിന്റെ ഇടയിൽ വേറെ ഒന്നും കടന്നു വരാൻ പാടില്ല അള്ളാഹ്ക്ക് നിർബന്ധമുണ്ട്. അതാണ് തൗഹീദിന്റെ പൊരുൾ. അതാണ് സുഹൃത്തുക്കളെ തൗഹീദിന്റെ സ്പിരിറ്റ്. അതാണ് ലൈസ ബൈനഹു വ ബൈനഹു ഷൈ. അള്ളാഹുവിന്റെ അടിമയുടെയും ഇടയിൽ വേറെ ഒന്നും കടന്നു വരാൻ പാടില്ല. അത് ഭൗതികമാവട്ടെ അഭൗതികമാവട്ടെ, മലക്കാവട്ടെ ജിന്നാവട്ടെ, ഷെയ്ഖാവട്ടെ വലിയാവട്ടെ, നബിയാവട്ടെ റസൂലാവട്ടെ, ബീവിയാവട്ടെ ബാവയാവട്ടെ, സമ്പത്താവട്ടെ അധികാരമാവട്ടെ, ആരോഗ്യമാവട്ടെ സൗന്ദര്യമാവട്ടെ, അതൊക്കെ ശിർക്ക് വിശദീകരിക്കുമ്പോൾ നമുക്ക് വിശദീകരിക്കാൻ ഇൻഷാ അല്ലാഹ് വേണ്ടി വന്നാൽ ഈ പറഞ്ഞതൊക്കെ, ഇതൊന്നും അള്ളാന്റെ അടിമിന്റെയും ഇടയിലേക്ക് കടന്നു വരാൻ പാടില്ല. ഈ പറയപ്പെട്ടതൊന്നും അള്ളാന്റെ അടിമിന്റെ ഇടയിലേക്ക് കടന്നു വരാൻ പാടില്ല. വന്നാൽ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട അടിമയാണോ എങ്കിൽ ആ തടസ്സം അള്ളാഹ് നീക്കിയിരിക്കും. അതെ, അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളുടെ കയ്യിൽ അള്ളാഹു തആല സമ്പത്ത് നീക്കിവാക്കി കൊടുത്തില്ല. അത് അള്ളാഹു നീക്കി മരിക്കുന്നതിന് മുമ്പ് നീക്കിയിരിക്കും. ഇഷ്ടപ്പെടാത്തവരെ കയ്യിൽ സമ്പത്ത് നിലനിൽക്കുകയും ചെയ്യും. നമ്മൾ നേരെ തിരിച്ചാ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അള്ളാഹ്ക്ക് സ്നേഹമുള്ളതുകൊണ്ടാണ് കോടീശ്വരനായത്, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അന്നന്ന് ജീവിച്ചിട്ട് അന്നന്ന് ജീവിക്കുന്നത് എന്ന്. അല്ല സുഹൃത്തുക്കളെ, അല്ല അല്ല, ഒരിക്കലും അല്ല. ചരിത്രം സാക്ഷി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, മോനെ അറുക്കണം. മിനാ പർവ്വതത്തിന്റെ താഴ്വാരത്തിൽ മോന്റെ കയ്യും പിടിച്ചു കൊണ്ടുപോയി ഒരു പാറക്കെട്ടിന്റെ ചോട്ടിലിരുന്നിട്ട് മോന് കഥ പറഞ്ഞു കൊടുത്തു. എന്ത് കഥ? പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനെ അനുസരിക്കേണ്ടത് എങ്ങനെയാണെന്ന കഥ. പറ പാപ്പാക്ക് എന്തോ പറയാനുണ്ട്, പറഞ്ഞോളിൻ. മോനെ, ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക. നിന്നെ അറുക്കണമെന്ന് എന്റെ അള്ളാഹു സ്വപ്നത്തിലൂടെ വഹീ തന്നിരിക്കുകയാണ്. പറമോനെ നിന്റെ അഭിപ്രായം. ഫൻദുർ മാദാ തറ. നിനക്ക് പറയാനുള്ളത് പറമോനെ. ചർച്ച എന്താ നമ്മുടെ മുമ്പിലേക്ക് വരാത്തത്? നമ്മൾ മുവഹീദുകളല്ലേ? എന്താ ഈ ചർച്ച വരുന്നത്? കഥ പറയാനുള്ളതല്ലല്ലോ, പുസ്തകം എഴുതാനുള്ളതുമല്ല, ഇബ്രാഹിം കിസ്സപ്പാട്ടാക്കാനുള്ളതല്ല, ഇസ്മായിൽ കിസ്സപ്പാട്ടാക്കാനുള്ളതല്ല. മറിച്ച് എന്റെയും നിങ്ങളെയും ദൈനംദിന ജീവിതത്തിൽ അള്ളാഹുവിനെ ഇടപെടിപ്പിക്കുമ്പോൾ അള്ളാന്റെയും നമ്മളുടെയും ഇടയിൽ വല്ലതും കടന്നു വന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കാനുള്ളതാ. ഈ ചരിത്രത്തിൽ നമുക്ക് കിട്ടുന്ന പാഠമതാ. അഥവാ ഉണ്ടെങ്കിൽ ഇബ്രാഹിം ഇസ്മായിൽ അറുത്തതുപോലെ എന്താണോ വന്നത് അതിനെ നാം അറുക്കാൻ തയ്യാറാകണം. ഇല്ലേ, തൗഹീദ് പൂർത്തിയായ നിലക്ക് അള്ളാഹുവിനെ കണ്ടെത്താൻ നമുക്ക് സാധിക്കുകയില്ല. ആ രീതിയിൽ അറുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. ഏത് കാര്യത്തിനാണ് സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, അല്ലാഹു തആല ഈ കാര്യം തെളിയിക്കാതെ പോയത്? ഹദ്റത്ത് യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ബലഹീനത ആ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ പ്രകടിപ്പിച്ചില്ലേ? എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞിട്ട് യൂനുസ് നബി നാടുവിടാൻ തയ്യാറായില്ലേ? കപ്പലിൽ ടിക്കറ്റ് എടുത്തിട്ട് യാത്രാമധ്യേ ഹദ്റത്ത് യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മത്സ്യത്തിന്റെ വയറ്റിൽ അറസ്റ്റ് ചെയ്തില്ലേ അല്ലാഹ്? അങ്ങനത്തെ വാക്ക് നമ്മുടെ ഭാഷയിൽ തന്നെ പറ. ബഹുമാനപ്പെട്ട യൂനുസ് നബിയെ മത്സ്യത്തിന്റെ വയറ്റിലിട്ടിട്ട് അല്ലാഹു തആല പറഞ്ഞത് എന്താ? ഓ യൂനുസ്, എങ്ങനെയാണ് അനുസരിക്കേണ്ടത് എന്ന് ഈ മത്സ്യത്തെ കണ്ടു പഠിക്കണം. അള്ളാഹുവിനെ അനുസരിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഈ മത്സ്യത്തെ കണ്ടു പഠിക്കണം. എത്ര ദിവസമായി മത്സ്യം ഭക്ഷണം കഴിച്ചിട്ട്, എത്ര ദിവസമായി മത്സ്യം വിശ്രമിച്ചിട്ട്, മത്സ്യത്തിന്റെ സ്വതസിദ്ധമായ മുഴുവൻ ജോലി നിർത്തിവെച്ചില്ലേ അള്ളാന്റെ കൽപ്പന പൂർത്തിയാക്കാൻ? യൂനുസിന് കഴിഞ്ഞോ എന്റെ കൽപ്പന പൂർത്തിയാക്കാൻ? മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? യൂനുസിന് കഴിഞ്ഞില്ല അള്ളാഹുവിന്റെ കൽപ്പന പൂർത്തിയാക്കാൻ, മത്സ്യത്തിന് കഴിഞ്ഞു. ബോധം വന്നപ്പോൾ ബഹുമാനപ്പെട്ട യൂനുസ് പറഞ്ഞ വാക്കെന്താണ്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഞാൻ കുരുത്തം കെട്ടവനാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു പോയി പടച്ചവനെ, എനിക്ക് മാപ്പാക്കിത്ത. നീ ഏൽപ്പിച്ച ജോലി ഒഴിവാക്കിയിട്ട് തിരിച്ചു വന്നവനാണ് ഞാൻ.
ഈ മത്സ്യത്തെ പോലെയെങ്കിലും ഞാൻ നിന്നെ അനുസരിക്കണമായിരുന്നു. ഞാൻ എന്നോട് കുരുത്തക്കേട് കളിച്ചുപോയി. അല്ലാ, നീ പരിശുദ്ധനാണ്, എന്നെ നീ രക്ഷപ്പെടുത്തി തരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മത്സ്യത്തിന് വഹി നൽകിയത് എന്താ? എവിടെ നിന്നാണോ കയറിയത് അവിടെ കൊണ്ടുപോയി തള്ളാൻ. യൂനുസ് നബിയെ കരക്കിട്ടപ്പോൾ ആ ഗ്രാമത്തിലേക്ക് തിരിച്ചുപോയ യൂനുസ് ഉത്സാഹത്തോടുകൂടി പരിശ്രമിച്ചു. ആയിരക്കണക്കിന് നൂറുകണക്കിന് കൊല്ലം ആ നാട്ടിൽ ജീവിച്ചു. ആ ജനങ്ങൾക്ക് അല്ലാഹു തആല ഹിദായത്ത് സമ്മാനമായി നൽകി. ആ ജനങ്ങളോടൊപ്പം യൂനുസ് കുറെ കാലം ജീവിച്ചു. മുവഹിദുകളായിട്ട് ആ ജനവും മരിച്ചു. മുവഹിദും റസൂലും നബിയുമായിട്ട് യൂനുസ് നബിയും മരിച്ചു. ഇല്ലേ? ഇതല്ലേ ചരിത്രം? എന്തിനടക്കം അല്ലാഹു തആല മത്സ്യത്തെ കൊണ്ടുവന്നു? എന്നെ നിങ്ങൾ പഠിപ്പിക്കാൻ. എന്തു പഠിപ്പിക്കാൻ? അള്ളാഹുവിനെ ഇടപെടിപ്പിക്കേണ്ട രീതി പഠിപ്പിക്കാൻ. എന്തിനാണ് സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, അബാബി പക്ഷികളെയും അബ്രഹത്തിന്റെ ആനപ്പട്ടാളത്തിന്റെ അബാബി പക്ഷികളെ ജീവിച്ചുകൊണ്ട് അല്ലാഹു തആല നമ്മളോട് പറഞ്ഞത്, അലം തറ കൈഫ ഫഅല റബ്ബുക്, നിന്റെ റബ്ബ് എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ബി അസ്ഹാബിൽ ഫീൽ, ആനപ്പട്ടാളത്തെ, ഫഅർസല അലൈഹിം തൈറൻ അബാബീൽ, അബാബീൽ പക്ഷിക്കൂട്ടത്തെ വിട്ട് ആനപ്പട്ടാളത്തെ നശിപ്പിച്ച റബ്ബ് എങ്ങനെയാണ് അവരെ കൈകാര്യം ചെയ്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്താ? നമ്മളോടാ ചോദിക്കുന്നത്. നമുക്കിതൊക്കെ കഥകളല്ലേ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, കഥകൾ, ഖുർആൻ കഥകൾ. ഒരു പുസ്തകം കണ്ടു, ഖുർആൻ കഥകൾ. എന്ത് ഖുർആൻ കഥകൾ? കഥകളോ? അടിമകളുടെ കാര്യത്തിൽ അള്ളാഹുവിന്റെ ഇടപെടൽ പഠിപ്പിക്കുകയല്ലേ അല്ലാഹു തആല? അത് കഥയാണോ? അള്ളാഹു അവന്റെ ഇടപെടൽ പഠിപ്പിക്കാണ് മുഹമ്മദി ഉമ്മത്തിനെ. കാരണം ഇനി നബി വരാനില്ല, ഇനി റസൂൽ വരാനില്ല. ആദം നബി തൊട്ട് മുഹമ്മദ് മുസ്തഫ തങ്ങൾ വരെയുള്ള 1,24,000 നബിമാരും അതിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 313 മുർസലുകളും അള്ളാഹുവിനെ എങ്ങനെയാണ് ജീവിതത്തിൽ ഇടപെടുത്തിയത് എന്ന് വരും തലമുറകൾക്ക് പഠിപ്പിക്കാനാണ് അല്ലാഹു തആല ഈ സംഭവം ഖുർആനിൽ പറഞ്ഞു തന്നത്. അത് നമ്മൾ കഥകളാക്കി മാറ്റി. എന്നിട്ട് തൗഹീദിന് ഭാഷാതി കൊണ്ടും വരുതി. നമ്മൾ തൗഹീദിന് നമ്മൾ ഭാഷാതി കൊണ്ടുവരുകയാണ്. എന്നിട്ട് ഭാഷാപ്രയോഗം നടത്താണ്. ഇല്ല സുഹൃത്തുക്കളെ, ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയ ആദരവുകളിൽ ഒന്നാമത്തെ ആദരവായ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ പ്രത്യുൽപാദന കാര്യങ്ങളിൽ മനുഷ്യന്റെ കായികവും ശാരീരികവുമായ അതേപോലെ തന്നെ സാമ്പത്തികവുമായ ഇടപെടലുകളെ പരിഗണിക്കുന്നു എന്നത് മാത്രമാണ് ഖിലാഫത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഇടപെടൽ അള്ളാഹ്ക്ക് നിർബന്ധമുള്ള കാര്യമല്ല. അല്ലാഹു തആല മനുഷ്യന്റെ ഇടപെടലില്ലാതെ തന്റെ കാര്യങ്ങൾ നടത്താൻ കഴിവുള്ളവനാണ്. മൃഗങ്ങളുടെ കാര്യത്തിൽ അള്ളാഹു അങ്ങനെ നടത്തുന്നവനാണ്. അബാബിൽ പക്ഷികളുടെ കാര്യത്തിൽ അങ്ങനെ നടത്തിയവനാണ്. അബ്രഹത്തിന്റെ ആനയുടെ കാര്യത്തിൽ അള്ളാഹു അങ്ങനെ നടത്തിയവനാണ്. അതേപോലെ തന്നെ സാലിഹ് നബിന്റെ ഒട്ടകത്തിന്റെ കാര്യത്തിൽ അള്ളാഹു അങ്ങനെ നടത്തിയവനാണ്. അതേപോലെ തന്നെ സുലൈമാൻ നബിന്റെ പക്ഷിയുടെ കാര്യത്തിൽ അള്ളാഹു അങ്ങനെ നടത്തിയവനാണ്. അസ്ഹാബുൽ കഹ്ഫിന്റെ പട്ടിയുടെ കാര്യത്തിൽ അള്ളാഹു അങ്ങനെ നടത്തിയവനാണ്. അതേപോലെ തന്നെ കാബീലിന്റെ കാക്കയുടെ കാര്യത്തിൽ അള്ളാഹു അങ്ങനെ നടത്തിയവനാണ്. അതേപോലെ തന്നെ സുലൈമാൻ നബിന്റെ ഉറുമ്പുകളുടെ കാര്യത്തിൽ അള്ളാഹു അങ്ങനെ നടത്തിയവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുദ്റത്ത് കൊണ്ട് കാര്യങ്ങൾ നടത്താൻ 100% കഴിവുള്ളവനാണ്. പിന്നെ അള്ളാഹു മനുഷ്യനെ ആദരിച്ചതിന്റെ പേരിൽ ചില വിഷയത്തിൽ മനുഷ്യന്റെ ഇടപെടലുകളെ അള്ളാഹു പരിഗണിക്കുക മാത്രമാണ്. ആ പരിഗണനയുടെ പേരാണ് ഖിലാഫത്ത്. ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ. രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആദരവ് ഹിദായത്താണ്. എന്താണ് ഹിദായത്ത്? മൽ ഫർഖു ബൈനൽ ഖിലാഫത്തി വൽ ഹിദായ. ഖിലാഫത്തിന്റെയും ഹിദായത്തിന്റെയും ഇടയിലുള്ള വ്യത്യാസം എന്താണ് മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നിസ്കരിച്ച ഉടനെ തന്നെ വന്നാൽ കുറച്ച് സമയം കൂടി ഇരിക്കാം. തൃപ്തിയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് പോയിട്ട് ജമാഅത്തായിട്ട് നിസ്കരിച്ചിട്ട് വന്നോളെ. സുബ്ഹാനക്കല്ലാഹുമ്മ വ ബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. നമ്മളെ ടെലിഫോണിന്റെ മൊബൈലിൽ വടകര അത് സ്വിച്ചല്ല. ഞാനിപ്പം പുല്ലൂക്കര ഇല്ല, ഞാൻ ഒരാഴ്ച